സിനിമ ചെയ്തു ഒന്ന് രണ്ടെണ്ണം. അതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. പേയ്മെന്റിന്റെ കേസിൽ വാശി പിടിച്ചിട്ടുണ്ടോ? വാശി പിടിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? മനസ്സിലായല്ലേ? ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. വില്ലൻ വേഷങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്തല്ല. പോസിറ്റീവ് ക്യാരക്ടേഴ്സ് കിട്ടിയാലും കുറച്ച് ദിവസം പോകുമ്പോൾ എനിക്കത് എന്തോ ഒരു സുഖമില്ലാത്ത പോലെ തോന്നിയിട്ട് ഞാനതൊന്ന് പിന്മാറാറുണ്ട്. എപ്പോഴും നായികമാർ കണ്ണീരാണല്ലോ. ജീവിതത്തിൽ ഞാനൊരു വില്ലത്തിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്നേ ഞാൻ പറയുള്ളൂ. ആർക്കും മനഃപൂർവ്വം ദ്രോഹം വരുന്ന കാര്യങ്ങൾ ചെയ്യാറില്ല. ഞാൻ അങ്ങനെ സീരിയൽ രംഗത്തേക്ക് വരാൻ പറ്റിയ ഒരാളല്ല. ഒരു വൈകുന്നേരം 6 മണി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയുള്ളൊരു കൂട്ടത്തിലായിരുന്നു. അത് എങ്ങനെയാണ് ആ കണക്ഷൻ വന്നതെന്ന് എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല. അന്ന് ഫേസ്ബുക്ക് വഴി ആണ് അവരെന്നെ കോൺടാക്ട് ചെയ്തത്. എനിക്ക് അഭിനയം ഒന്നും പറ്റില്ല, എനിക്കറിയില്ല. ഞാനാണെങ്കിൽ എൻ്റെ സ്വന്തം ഫോണിൽ ഒരു സെൽഫി പോലും എടുക്കാത്ത ഒരാളാണ്. ആ ഷോട്ട് ഒറ്റപ്പാലത്ത് നട്ടുവെയിലിൽ നിന്ന് കുറേ ടേക്ക് പോയിട്ട് എനിക്ക് എൻ്റെ കൈ പൊള്ളുന്ന ഭയങ്കര വെയില്. എങ്ങനെയൊക്കെയോ അവരെന്നെ കൊണ്ട് ചെയ്യിച്ചു എന്ന് വേണം പറയാൻ. ഒന്നും ചെയ്തിട്ടില്ല. ഭാഗ്യം കൊണ്ട് അത് റിലീസായില്ല. അതിനകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് മീൻസ് കുറച്ച് ഇൻറ്റിമസി സീന് സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇതൊന്നും ചെയ്യാനുള്ളൊരു ധൈര്യമില്ല. എനിക്കിതൊരു പ്രൊഫഷൻ ആക്കാൻ തോന്നിയതും അല്ലെങ്കിൽ ആ ചെയ്ത കാര്യത്തിനോടൊരു ഇഷ്ടം തോന്നിയൊക്കെ അവിടെ നിന്നാണ്. ഞാൻ ലക്കിയാണെന്ന് തോന്നാറുണ്ട്. സതീഷ് ശങ്കർ സാറായിരുന്നു അതിൻ്റെ ഡയറക്ടറാണ്. വേറെ അന്ന് എൻ്റെ അടുത്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് തീരുന്ന ഡെയിലി എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ അടുത്ത് വിശേഷങ്ങൾ ചോദിച്ചു, എവിടെയാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. ഞാൻ മൂകാംബിക പോയി. എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കണു, റസിയ പാവമാണ്, അത് മറ്റത് വില്ലത്തിയാണ്, ഏതാ വേണ്ടത് ചോദിച്ചു. അപ്പൊ ഞാൻ എനിക്ക് പാവം മതി. അങ്ങനെ മലയാളത്തിന് ഇടിച്ചു താഴ്ത്തിയോ ചവിട്ടി താഴ്ത്തിയോ ഒന്നും പറയണില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന പച്ചയായിട്ടുള്ള സത്യമാണ്. അവിടെ കുറച്ചുകൂടി റെമ്യൂണറേഷൻ കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ അങ്ങടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതും. ഓക്കെ, അത് കഴിഞ്ഞ് എന്തോ ഒരു ഫ്ലാഷിൽ ഈ കൺട്രോളർ മാറി. ഈ കൺട്രോളർ ഈ 3 വർഷം മുമ്പ് ഞാൻ 3 മണിയിൽ വാങ്ങിച്ച ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള എൻ്റെ പേയ്മെൻ്റാണ് ഇവിടെ എഴുതി വെച്ചത്. എൻ്റെ കയ്യിൽ പൈസ തികയാതെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആക്സസറീസിൽ മറ്റു കാര്യങ്ങൾ പിശുക്ക് കാണിക്കാൻ തുടങ്ങും. അതാകുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി പോകും, ക്യാരക്ടർ ഡിമ്മാവും. അതെനിക്ക് ചെയ്യണ്ട, എനിക്ക് ബാർഗൈനിങ് ഇല്ല, എനിക്ക് ഇത് ചെയ്യാൻ ഇത്ര രൂപ ആവശ്യമുണ്ട്. ഓക്കെ, ഞാനിങ്ങനെ കയറി ചെന്നപ്പോൾ അവരിങ്ങനെ ഇരിക്കുക. അപ്പം ഇൻ്റർവ്യൂന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂ തരില്ല കേട്ടോ. ജിഷ്ണായിട്ട് പ്രണയത്തിലാണ്, ജിഷ്ണായിട്ട് ലിവിങ് ടുഗദറാണ്, ഫുൾ നിങ്ങൾ ഒരുമിച്ചാണ്, കല്യാണം കഴിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള പല പല ഗോസിപ്പുകൾ, വിവാദങ്ങൾ, കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഒരാളെ എനിക്കറിയില്ല, എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് കള്ളായിപ്പോൾ. കന്യാദാനം എന്ന് പറയുന്ന സീരിയലിലാണ് ഞാൻ ജിഷ്ണാൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. മുമ്പ് പൂക്കാലം വരവായി എന്ന് പറയുന്നൊരു സീരിയലിൽ ഈ ചേട്ടനെ ഒരു ദിവസം കണ്ട ഒരു സീനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ അടുത്ത് ഞാൻ പുള്ളിനെ കുറിച്ച് മോശം കേട്ടിട്ടാണ് മാറിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടുന്ന് നമ്മളൊരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്തു. പുള്ളി പൊതുവേ എനിക്ക് തോന്നുന്നു എല്ലാവരുമായിട്ട് പെട്ടെന്ന് ജെല്ലാവുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആസ് എ ഫ്രണ്ട് നല്ലൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുത്തൊക്കെ നിന്നു. പിന്നീട് അത് ഒരു എന്താ പറയുക, ഞാനൊരിക്കലും അതൊരു പ്രണയമാണെന്ന് പറയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിക്കാനൊന്നും തീരുമാനിച്ചിട്ടേ ഇല്ല. ആളുടെ ലൈഫിലും എന്തൊക്കെയോ ഡ്രോബാക്സ് ഉണ്ടായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ചാടിക്കയറി പോയിട്ട് കല്യാണം കഴിച്ചിട്ട് അങ്ങനെ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഞങ്ങൾ രണ്ടുപേരും. ഇപ്പോൾ ചേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകും. നമ്മളത് ഹൈഡ് ചെയ്യുന്നില്ല ഒരിടത്തും, ആരുടെ മുന്നിൽ അത് ഹൈഡ് ചെയ്യും. ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊരു കള്ളം പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിലവിൽ ഞാൻ മാറും. അപ്പം നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കുക. ജിഷിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് പെട്ടെന്ന് അറിയാൻ കഴിയുന്ന ഒരാളായിട്ട് അമ്മയെ പെട്ടെന്ന് തന്നെ മാറി എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ? ചില സമയത്തൊരു ടോക്സിക് ക്യാരക്ടർ പോലെ. റൊമാൻറ്റിക് അല്ല, ടോക്സിക് ക്യാരക്ടർ. എനിക്ക് മനസ്സിലായത് ചേട്ടനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ്സ് ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ല ടാലൻറ്റഡ് ആണ്. പുള്ളീനെ ഒരുപാട് പേര് മണ്ടൻ ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ ഞാൻ, പക്ഷെ പുള്ളിക്ക് നല്ല നോളജ് ഉള്ളതായിട്ടാണ്. ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരാളെ കുറിച്ച് എങ്ങനെയാണ് ഇത്രയും നെഗറ്റീവ്സ് ഉണ്ടായത്? വില്ലത്തി വേഷങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നടിയാണ് അമയ നായർ. കുടുംബവിളക്കിലെ വേദികയായും കുടുംബശ്രീ ശാരദയിലെ മധുശ്രീയായും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ വിശേഷങ്ങളും പിന്നെ കുറച്ച് വിവാദങ്ങളും നമുക്ക് അമ്മയോട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. സുഖല്ലേ? ഓക്കെ. എങ്ങനെ പോകുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട് മധുശ്രീ ക്യാരക്ടർ? കാരണം എല്ലാം വില്ലൻ വേഷങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുടുംബങ്ങൾക്കാണെങ്കിലും നമ്മുടെ ഇതിലെ മധുശ്രീ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിലും എല്ലാം വില്ലൻ വേഷങ്ങളാണ്. എന്ത് ഈ വില്ലൻ വേഷങ്ങളോട് ഇത്ര ഒരു ആവേശം വരാൻ കാരണം? ആവേശം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. ഫീൽഡിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നത് 6 years ആവുന്നു.
ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. താങ്കളാണ്, താങ്കളുടെ ഗുഡ് നെയിം? മനു. ഓക്കെ, ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ ഞാനൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താ വില്ലൻ വേഷങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്തതല്ല, വില്ലത്തിയായിട്ടുള്ള മോഹം ഉള്ളത് കൊണ്ട് അവർ വീണ്ടും വീണ്ടും അതിലേക്ക് ചൂസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് വില്ലൻ വേഷങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കും അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാനായി ഇഷ്ടം. പോസിറ്റീവ് ക്യാരക്ടേഴ്സ് കിട്ടിയാലും കുറച്ച് ദിവസം പോകുമ്പോൾ എനിക്കത് എന്തോ ഒരു സുഖമില്ലാത്ത പോലെ തോന്നിയിട്ട് ഞാനതൊന്ന് പിന്മാറാറുണ്ട്. എനിക്ക് തോന്നുന്നു പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ഞാൻ ഈ 6 വർഷത്തിനിടയിൽ അത്യാവശ്യം കുറേ സീരിയൽസ് ചെയ്തു. അതിനകത്ത് ആകെ ഒരു 2 ക്യാരക്ടറാണ് എനിക്കൊരു പോസിറ്റീവ് ക്യാരക്ടർ കിട്ടിയത്. അത് രണ്ടും ഞാൻ ക്വിറ്റ് ചെയ്യണ സാഹചര്യം ഉണ്ടായി. റീസെൻ്റ്ലി മധുശ്രീക്ക് തൊട്ട് മുമ്പ് ചെയ്തതും ഒരു പോസിറ്റീവ് ക്യാരക്ടർ സി കേരളത്തിൽ തന്നെയായിരുന്നു. അതൊന്നും ക്വിറ്റ് ചെയ്തു. എനിക്ക് തോന്നണേ വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് പെർഫോം ചെയ്യാനുള്ളതായിട്ട് തോന്നും. ഒന്നുകിൽ നായികയായിട്ട് കിട്ടണം, നായികയായിട്ട് കിട്ടുമ്പോഴാണെങ്കിലും ചില നായികമാരെ വളരെ ബോൾഡായിട്ടൊക്കെ കാണിക്കുന്ന ഇപ്പോൾ അങ്ങനത്തെ സീരിയൽസ് ഉണ്ട്. പണ്ടെപ്പോഴും നായികമാർ കണ്ണീരാണല്ലോ. അപ്പോൾ വില്ലത്തിമാർക്കാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവുന്നത്. നമ്മൾ ആ ഒരു മൂഡ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ തന്നെ പോകാൻ തോന്നുള്ളൂ. കാരണം മറ്റേത് ചെയ്യുമ്പം ഒന്നും ചെയ്യാണ്ടിരിക്കുന്നൊരു ഫീല് തോന്നും, കരയുക. പിന്നെ നമുക്കങ്ങനെ പെർഫോമൻസ് വില്ലത്തി എന്ന് പറയുമ്പോൾ ചാടുക, ഓടുക, കൊല്ലുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാമല്ലോ. അങ്ങനെയാണ്. ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചോർത്തിയെടുക്കാറുണ്ടോ? അങ്ങനെ ജീവിതത്തിൽ ഞാനൊരു വില്ലത്തിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്നേ ഞാൻ പറയുള്ളൂ. എനിക്കറിയില്ല, ആർക്കും മനഃപൂർവ്വം ദ്രോഹം വരുന്ന കാര്യങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ വില്ലത്തിയല്ലല്ലോ. അപ്പോൾ 2 സീരിയലിൽ നിന്ന് കിറ്റായിന്ന് പറഞ്ഞു. അപ്പോൾ ഈ സീരിയൽ രംഗത്തേക്ക് എങ്ങനെ കടന്നു വന്നത്? സീരിയൽ രംഗത്തേക്ക് കടന്നു വന്നത് ആക്ച്വലി ഞാനങ്ങനെ സീരിയൽ രംഗത്തേക്ക് വരാൻ പറ്റിയ ഒരാളല്ല. ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഒട്ടും ബോൾഡല്ലാത്ത ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളാണ്. ഒരു വൈകുന്നേരം 6 മണി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയുള്ളൊരു കൂട്ടത്തിലായിരുന്നു. അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെ നമ്മളെ ലൈഫിൽ ഓരോരുത്തർക്കും ഓരോ ട്വിസ്റ്റുകൾ ഉണ്ടാകുമ്പം ആൾക്കാർ മാറുമല്ലോ. ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് തോന്നും, മാറുമല്ലോ. അങ്ങനെ മാറി നിൽക്കുന്ന എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയാണ് ആ കണക്ഷൻ വന്നതെന്ന് എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല. അന്ന് ഫേസ്ബുക്ക് വഴി ആണ് അവരെന്നെ കോൺടാക്ട് ചെയ്തത്. മിഥുൻ ആണ് അതിൻ്റെ, മിഥുൻ നെച്ച്ലെ. ഞാനത് പറയാതിരിക്കാൻ പാടില്ല, ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആകുമ്പോൾ നമുക്കെപ്പോഴും വന്ന വഴി മറക്കരുതല്ലോ. അപ്പോൾ നമ്മളൊരു ഗുരുനിന്ദ വേണം. മിഥുൻ നെച്ച്ലെയാണ് എന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തത്. അവരൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, അതിന് പറ്റിയൊരു ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അഭിനയം ഒന്നും പറ്റില്ല, എനിക്കറിയില്ല. അതൊക്കെ ഞാൻ ഒഴിവാകാൻ നോക്കി. അപ്പോൾ പുള്ളി പറഞ്ഞത് മൈമാണ്, ഇതിൽ ഡയലോഗ്സ് ഒന്നുമില്ല, വന്നാൽ മതി, നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അങ്ങനെ ഞാൻ ആ സെറ്റിൽ പോയി ബാക്കി എല്ലാവരുടെയും പരിചയപ്പെട്ടു. വേറൊരു ഗേൾ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേരായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ കുറേ പേരൊക്കെ പേരൊക്കെ മറന്നുപോയി, 1-2 പേരെ മാത്രമേ ഓർമ്മയുള്ളൂ. പക്ഷേ എല്ലാവരെയും ഓർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അവരൊക്കെ ആയിട്ടൊരു ഒറ്റപ്പാലത്തായിരുന്നു എൻ്റെ ഷൂട്ട്. ഫസ്റ്റ് ഡേ എനിക്ക് ഫസ്റ്റ് തന്ന സീന് ഭയങ്കര ഒരു സെൽഫി എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കുട്ടി. ഞാനാണെങ്കിൽ എൻ്റെ സ്വന്തം ഫോണിലൊരു സെൽഫി പോലും എടുക്കാത്ത ഒരാളാണ്. അപ്പോൾ സെൽഫി എടുക്കുന്നതായിട്ട് അവരിങ്ങനെ പറയുമ്പോൾ ഞാനിത് എടുക്കുന്നുണ്ട്, പക്ഷെ ശരിയാവുന്നില്ല. ആ ഷോട്ട് ഒറ്റപ്പാലത്ത് നട്ടുവെയിലിൽ നിന്ന് കുറേ ടേക്ക് പോയിട്ട് എനിക്ക് എൻ്റെ കൈ പൊള്ളുന്ന ഭയങ്കര വെയില് പൊള്ളുന്ന ഒരവസ്ഥയായി. പക്ഷെ അതങ്ങനെ എങ്ങനെയൊക്കെയോ അവരെല്ലാം കൊണ്ട് ചെയ്യിച്ചു എന്ന് വേണം പറയാനൊന്നും ചെയ്തിട്ടില്ല. ഭാഗ്യം കൊണ്ട് അത് റിലീസായില്ല. അത് പെട്ടിക്കകത്ത് തന്നെ ഇരിക്കുക. ബബിൾഗം എന്നായിരുന്നു ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. പക്ഷെ അതിൽ നിന്ന് ഇങ്ങനെ കണക്ഷൻസ് വന്നു. ആ കണക്ഷൻ ഒന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടുത്ത് ഞാൻ റെയർ വ്യൂ മിറർ എന്ന് പറയുന്നൊരു ഇത് ചെയ്തു. അത് കുറച്ച് സീരിയസ് ക്യാരക്ടറാണ്, കുറച്ചൊരു വൈഫ് ക്യാരക്ടറാണ്. അപ്പോൾ അതിലുള്ള ആരോ ക്യാമറാമാനോ ആരോ ആണ് എൻ്റെ കോൺടാക്ട്സ് കൊടുത്തിട്ട് അവരെന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു, ഞാനല്ലാണ്ട് ഇൻഡിവിജ്വലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം. അതിൻ്റെ സൈഡിൽ കൂടി ഇതിങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോഴും അതിനകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ്, മീൻസ് കുറച്ച് ഇൻറ്റിമസി സീന് സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇതൊന്നും ചെയ്യാനുള്ളൊരു ധൈര്യമില്ല. പേടിച്ച് 3ൻ്റെ അവിടെ ഉള്ളവരായിട്ടൊക്കെ ഞാൻ വഴക്കൊക്കെ ഇട്ട് എനിക്കിത് പറ്റില്ല, ഈ സീന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുൾ അടി അവരായിട്ടൊക്കെ ഞാൻ ഉടക്കാം. പക്ഷെ പിന്നീട് അതൊക്കെ പറഞ്ഞ് രമ്യതയിലായി. ആരുമായിട്ട് അങ്ങനെ സ്ഥായിയായിട്ടുള്ളൊരു വഴക്കൊന്നുമില്ല. പക്ഷെ അങ്ങനെ അത് ചെയ്തു. അത് കഴിഞ്ഞ് 3ാമത് ചെയ്ത ഷോർട്ട് ഫിലിമാണ് ഭഗവതി കാവിലെ പാപികൾ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. പക്ഷെ എൻ്റെ ആദ്യം ഇറങ്ങിയ ഷോർട്ട് ഫിലിം ഈ 3ാമത് ചെയ്ത
ഭഗവതികാവിലെ പാപികൾ എനിക്ക് വന്നത് എൻ്റെ ഒരു കസിൻ എന്നെ ഇങ്ങനെ പറഞ്ഞു, 2 ചെയ്തല്ലോ, അപ്പോൾ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാനൊരു പ്രാവശ്യം ദേഷ്യമൊക്കെ പിടിച്ചിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ദേഷ്യം ചെയ്യണ്ട. അപ്പോൾ ഞാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ല, ചെയ്യുന്നില്ല, എനിക്ക് പറ്റില്ല പറഞ്ഞു. അപ്പോൾ 2ാമത്തെ ദിവസം അവൻ ഒന്നും കൂടി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, നല്ലതായിരുന്നു, ഞാൻ ചേച്ചീനെ ഒന്ന് സജസ്റ്റ് ചെയ്തായിരുന്നു, അവരിങ്ങനത്തെ ഒരു ആളെ നോക്കുമായിരുന്നു, എന്താ ഗോഡസ് ആയിട്ടായിരുന്നു അതിൻ്റെ ക്യാരക്ടർ. അപ്പം വെച്ചിട്ട് അവരൊരു ഗോഡസ്. അപ്പോൾ എനിക്ക് ഈ കുട്ടിക്കാലത്തൊക്കെ നമ്മളിങ്ങനെ പ്ലോട്ടൊക്കെ കൊണ്ടുപോകില്ലേ, അപ്പം ഇങ്ങനെ ഗോഡസ് ആയിട്ടൊക്കെ ഈ രാധാകൃഷ്ണാഷ്ടമിക്ക് രാധയാവാനും അല്ലെങ്കിൽ ലക്ഷ്മി ആവാനും എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട് എൻ്റെ നാട്ടിലൊക്കെ. അപ്പോൾ ഗോഡസായിട്ട് എനിക്കത് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര ഒരു എനിക്കിഷ്ടമാണ് ലക്ഷ്മി ദേവിനെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഓക്കെ, അത് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഫിക്സ്, ഞാൻ ചെയ്യും, വേറെ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ, ഡയറക്ടർ ആരാ എന്താ ഏതാ ഒന്നും ചോദിക്കില്ല, ഗോഡസ് ആണല്ലോ, ചെയ്യുന്നു, ഫിക്സ് ചെയ്തു. അങ്ങനെ അതിന് പോയപ്പോൾ എനിക്കിതൊരു പ്രൊഫഷനാക്കാൻ തോന്നിയതും അല്ലെങ്കിൽ ആ ചെയ്ത കാര്യത്തിനോടൊരു ഇഷ്ടം തോന്നിയൊക്കെ അവിടെ നിന്നാണ്. ഗോഡ്സ് ഗ്രേസ് മേ ബി അതങ്ങനെ തന്നെ വരണം എന്നുള്ളതുകൊണ്ടായിരിക്കും അതാണ് ആദ്യം റിലീസായതും ഭഗവതികാവിലെ പാപിക. അതിൻ്റെ പിന്നാലെ റിയർവ്യൂ മിറർ ഇറങ്ങി. ഫസ്റ്റ് എടുത്തത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ചളമായിരുന്നു എനിക്ക് അത് ഇറങ്ങിയിരുന്നെങ്കിൽ. അപ്പോൾ ഇതിൽ നമ്മളുടെ ഇപ്പോൾ ആ ഡയറക്ടർ വളരെ ഫേമസ് ആണ്, ഡയറക്ടർ കൃഷാന്ത്. കുറേ അവാർഡുകളൊക്കെ മേടിച്ച് കൂട്ടിയ ആളാണ്. ഇപ്പം എന്താ ടോവിനോനല്ലല്ലോ, വേറെ കുറേ ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഇപ്പോൾ സിനിമ അവരുടെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വരുന്നില്ല കേട്ടോ, ഇൻ്റർവ്യൂ ഫസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം. ഡയറക്ടർ കൃഷാന്ത് പറഞ്ഞാൽ ഫേമസ് ആണ്, ഇപ്പോൾ നമ്മുടെ സിനിമകളൊക്കെ എടുക്കുന്ന ആവാസവ്യൂഹം, പിന്നെന്താ എടുത്തിട്ടുണ്ട്, പിന്നെ മറ്റേത് വൃത്താകൃതിയിലുള്ള ചതുരം, ഇതിനൊക്കെയാണ് പുള്ളിക്ക് അവാർഡ് കിട്ടിയത്. അപ്പോൾ പുള്ളി ഞാനായിട്ടുള്ള ഒരു പുള്ളീൻ്റെ ഇത് ഫസ്റ്റ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അതിൽ പുള്ളീൻ്റെ ഫാദർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ വൈഫ് വന്ന് അവർ എൻഗേജ്മെൻ്റൊക്കെ ഫിക്സ് ആയിരിക്കുന്ന സമയം എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. എനിക്കത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു വർക്ക് കഴിയുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടില്ലേ, ഒരു നല്ല ടീമിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തതെന്നുള്ളൊരു ഫീലില്ലേ. അവരെന്നെ രാവിലെ വരാൻ പറഞ്ഞ സമയത്ത് ഞാൻ പോയി, കഴിഞ്ഞു, അവർ പറഞ്ഞതിനേക്കാൾ നേരത്തെ എന്നെ വിട്ടു, പറഞ്ഞ പേയ്മെൻറ്റും തന്നു. അപ്പോൾ എല്ലാം കൊണ്ടത് ഭയങ്കര ഭംഗിയായിട്ട് നടന്നു. അത് തന്നെ ആദ്യം റിലീസായി, നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അത് കുറേ ഫെസ്റ്റിവൽസിനൊക്കെ പോയി ഈ ഭഗവതികാവിലെ പാപിക. അന്ന് എനിക്കൊന്നും അറിയില്ല കേട്ടോ, അന്നും എനിക്കൊന്നും അറിയില്ല. അവരെന്ത് പറഞ്ഞോ അത് ഞാൻ ചെയ്തു. സത്യം പറഞ്ഞാൽ അതിൻ്റെ കഥ ഒന്നും എനിക്ക് എന്താണെന്ന് പോലും മനസ്സിലാവാതെ ഞാൻ ചെയ്തേ. അപ്പം ഞാനിങ്ങനെ ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ പുള്ളി അറിയാം ഒന്നും വേണ്ട, നിഷ്കളങ്കയായ ഒരു ഗോഡസ്, ആ ഗോഡസിന് അറിയില്ല ഇത്രയും മരങ്ങൾ കൊടുക്കാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ ഇത്രയും ശക്തികളുണ്ട് എന്നൊന്നും അറിയില്ലാത്ത നിഷ്കളങ്കയായ ഒരു ഗോഡസ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ നിഷ്കുവായിട്ട് ചെയ്ത ഒരു സാധനം. അതും കഴിഞ്ഞിട്ട് അതിൻ്റെ ബേസിലാണ് എനിക്ക് ഫസ്റ്റ് സീരിയൽ പ്രണയം എന്ന് പറയുന്ന സീരിയൽ, ഏഷ്യാനെറ്റിന്റെ മെറിലാൻഡിന്റെ. അപ്പൊ എനിക്കെന്തോ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ലക്കിയാണെന്ന് തോന്നാറുണ്ട്. കിട്ടുന്നതൊക്കെ ഒരു നല്ല ഈ പറഞ്ഞ പോലെ നല്ലൊരു വർക്ക് ആദ്യം ഔട്ടായി. ഇപ്പൊ കൃഷാന്ത് എന്ന് പറഞ്ഞ ഡയറക്ടർ എവിടെ ഇരിക്കുന്നു അല്ലേ അല്ലേ. അപ്പൊ ആ ആളുടെ കൂടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോഴും ഒരു ഇതുണ്ട്. മിഥുൻ നച്ചലെ ആണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ആ വർക്ക് പുറത്തേക്കായില്ലെങ്കിലും എന്റെ കഴിവ് അല്ലെങ്കിൽ എന്നെ കൊണ്ടുവന്നത് ആളാണ്. ആളോടുള്ള ഒരു കടപ്പാടും കടമയും സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നതും അല്ല. അപ്പൊ ഇവരെല്ലാരും എൻ്റെ പാർട്ടാണ്. ഈ 3 ഷോർട്ട് ഫിലിംസും ആണ് എന്നെ സീരിയലിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രണയം എന്ന് പറഞ്ഞൊരു സീരിയലിൽ ചെറിയൊരു ക്യാരക്ടർ വന്നപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഈ സെക്കൻഡ് ചെയ്ത റിയർവ്യൂ മിററിൻ്റെ ക്യാമറമാൻ എന്നെ വിളിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാകുമ്പോൾ ചെയ്യണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് സീരിയൽ എങ്ങനെയാ അറിയില്ല. അപ്പോൾ അതൊരു ചെറിയ റോളായിരുന്നു, ഒരു 3 days 5 days ഒക്കെ പോകുന്ന ഇത്. സതീഷ് ശങ്കർ സാറായിരുന്നു അതിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഞാനൊരു 3 to 4 days അങ്ങനെ ഒരു ഷൂട്ടായിരുന്നു. ഒരു ജസ്റ്റ് അപ്പിയറൻസ് പോലെ വന്നു പോകുന്നൊരു ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടറിൽ ഞാൻ ചെയ്തപ്പോൾ അന്ന് നമുക്ക് ഈ ഫീൽഡിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ സാർ അന്ന് എൻ്റെ അടുത്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് തീരുന്ന ഡേയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് വിശേഷങ്ങൾ ചോദിച്ചു, എവിടെയാണ് സ്ഥലം, എന്താണ് ചെയ്യുന്നത്, അങ്ങനെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചിട്ട് പറഞ്ഞു നല്ല ക്യാരക്ടേഴ്സ് വരും, എനിക്കൊരു ആർട്ടിസ്റ്റിക് ലുക്കുള്ളൊരു കുട്ടിയാണ്, എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് വരും, ചെറിയ ക്യാരക്ടർ ചെയ്യരുത്. അപ്പോൾ ചെറുതിൽ കയറിയാൽ പിന്നെ നമ്മൾ ആ പാറ്റേൺ പിടിച്ച് പോകേണ്ടി വരും, നല്ല മെയിൻ ലീഡ് ക്യാരക്ടേഴ്സ് വരും, അത് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അല്ലാണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ മൂകാംബിക പോകാറുണ്ടോ, അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ആർട്ടിസ്റ്റ് ആകണ ആഗ്രഹം ഉണ്ടെങ്കിൽ മൂകാംബികയിൽ പോകണം,
എന്നൊക്കെ പറഞ്ഞു. നല്ല കുറച്ച് ഉപദേശങ്ങൾ ടിപ്സൊക്കെ തന്നു. അതൊക്കെ ഞാനൊരു നല്ല രീതിയിൽ തന്നെ എടുത്തു. കാരണം നമുക്കറിയില്ലാത്തൊരു ഫീൽഡിൽ ആദ്യമായിട്ട് വന്നെത്തുന്നിടത്ത് ഒരാൾ പറഞ്ഞു തരണല്ലേ. ജസ്റ്റ് 3-4 ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും സാറിൻ്റെ അടുത്ത് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. ഞാൻ മൂകാംബിക പോയി. അല്ലാണ്ട് ഞാൻ പോയിട്ടുണ്ട് അതൊക്കെ മുന്നേയും. എൻ്റെ ഡാൻസ് അവിടെ വെച്ച് ചെയ്യാമെന്നൊക്കെ വീട്ടിൽ നേർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നടന്നില്ല. പക്ഷെ അല്ലാണ്ടും തൊഴാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ ഞാൻ പോയി. പിന്നെ കുറേ കാലം ഞാൻ ഇങ്ങനെ സ്ഥിരം വർഷം തോറും പോകുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് നടന്നു. ആ പ്രോജക്റ്റിൽ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സ് ചാനലിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സമയം 3 മണി എന്ന് പറയുന്ന സീരിയൽ. ഫ്ലവേഴ്സിൽ ആ സീരിയലാണ് ഫസ്റ്റ് വരുന്നത്. ആ 3 മണീൻ്റെ ഒരു പാട്ട് ഫുൾ തീർന്നു. സെക്കൻഡ് പാർട്ടിൽ മെയിൻ വില്ലത്തി ക്യാരക്ടറിൽ എന്നെ സെലക്ട് ചെയ്തു. അത് ഡയറക്ടർ ആദിത്യ ശങ്കർ എന്നാണ്, വേണു ചേലക്കൂട്ടെന്ന് പറയും. സാറായിരുന്നു അത് ചെയ്യണേ. അപ്പോൾ സാറ് ഇതുപോലെ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, റസിയ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. പിന്നെ ഞാൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. മറ്റേ ക്യാരക്ടർ എനിക്ക് ഓർമ്മയുണ്ട്. എന്താ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കണു. റസിയ പാവമാണ്, മറ്റത് വില്ലത്തിയാണ്. ഏതാ വേണ്ട ചോദിച്ചു. അപ്പൊ ഞാൻ എനിക്ക് പാവം മതി അങ്ങനെ പറഞ്ഞു. പാവം ക്യാരക്ടർ മതി. അപ്പൊ സാറ് ഫോണിലൂടെയാ സംസാരിക്കണേ. അപ്പോൾ സാർ അത് ഇങ്ങനെ 2 ക്യാരക്ടറാണ്. നമുക്ക് നേരിൽ ഫോട്ടോസൊക്കെ കണ്ടിട്ട് തനിക്കൊരു വില്ലത്തി ക്യാരക്ടറാണ് ചേർന്നതെന്ന് തോന്നുന്നുണ്ട്, നമുക്ക് നോക്കാം, നേരിൽ കണ്ടിട്ട് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അതപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സാർ ഇങ്ങനെ എറണാകുളത്ത് വന്നപ്പം എൻ്റെ അടുത്തൊന്ന് നേരിൽ കാണാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ മരടിലുള്ളൊരു മാളുണ്ടല്ലോ, അതിൻ്റെ പേരെന്താ, ന്യൂക്ലിയസ് മാളിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തു. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു. എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ഇൻട്രസ്റ്റഡ് ആണോ, ഫാമിലി സപ്പോർട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ എല്ലാം സംസാരിച്ചു. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കശപിശയൊക്കെ ഉണ്ടായി. ഞാൻ സാറോട്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇവർ ഒരു പ്രാവശ്യം ഷൂട്ട് ഫിക്സ് ചെയ്ത് ഞാനിങ്ങനെ റെഡി ആയിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവർ ഡേറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇങ്ങനെ പിടുത്തൊക്കെ. അപ്പം ഞാൻ ആ സെയിം ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ വർക്ക് വിട്ടിട്ടില്ല, വർക്ക് വിടാതെയാണ് ഇത് കൊണ്ടുപോകുന്നത് സൈഡിൽ കൂടെ. അപ്പോൾ അത് ഫുള്ള് ഞാൻ വിട്ട് ഇതിലേക്ക് ഇറങ്ങിയ എനിക്കറിയില്ല എൻ്റെ ലൈഫ് എങ്ങോട്ടാകും, ഇവിടെ എനിക്ക് എന്താ കാത്തിരിക്കണമെന്ന് അറിയില്ല. അവസാനം അതും ഇല്ല ഇതില്ലാണ്ടാകുമോ എന്നൊക്കെ. ഫാമിലിയിൽ നിന്ന് അങ്ങനെ അത്ര വലിയ സപ്പോർട്ടൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും ഇല്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇത്ര അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ. എന്നുവെച്ചാൽ നല്ല ക്യാരക്ടർ ചെയ്ത ആൾക്കാരൊക്കെ ആ മോള് നന്നായി അഭിനയിക്കുന്നതൊക്കെ പറയുമ്പോൾ ഓക്കെ, ഒരു ആശ്വാസം അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കൺഫ്യൂസ്ഡാണ്. നമുക്ക് ഉള്ളതിൽ ഇല്ലാണ്ടായി പോണൊരവസ്ഥ വരല്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ സാറിനെ കണ്ട് സംസാരിച്ചപ്പോൾ ഇതുമൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ധൈര്യമായിട്ട് അത് മീൻസ് അത് റിസൈൻ ചെയ്തിട്ട് ഇതിൽ വന്നാൽ മതി. ഇത് ഞാൻ നിന്നെ എന്തായാലും വില്ലത്തിയായിട്ടാണ് ഇതിൽ എടുത്തേക്കുന്നത്. എന്താ ഈ വില്ലത്തിയാക്കാൻ ഉണ്ടായ കാരണം, തൊട്ട് മുമ്പ് ഇവർ ഷൂട്ട് ഫിക്സ് ചെയ്തിട്ട് അവിടെ ഒരു കശപിശ ഉണ്ടായല്ലോ. അപ്പോൾ ഈ കശപിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ഇവർ ഫിക്സ് ചെയ്ത ദിവസം ഷൂട്ട് നടന്നില്ല. ഇവരെന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പെട്ടെന്ന് വൈകുന്നേരം കയറി പോകാൻ പറഞ്ഞു, 5 മണിയൊക്കെ ആയപ്പോൾ. അപ്പം ഞാൻ മാക്സിമം പറഞ്ഞു, ചേട്ടാ നാളെ രാവിലെ വന്നാൽ പോരെ, രാവിലെ നിങ്ങൾക്ക് 9 മണിക്കല്ലേ ആവശ്യമുള്ളൂ, ഞാൻ 5 മണീൻ്റെ ട്രെയിൻ കയറി 9 മണിക്ക് മുന്നേ അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞു. ഇല്ല അത് പറ്റില്ല, അവിടെ അങ്ങനെ മഴ മാറി നമുക്ക് ഔട്ട്ഡോർ സീനാണ്, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇവർ വാശി പിടിച്ചിട്ട് രാത്രി എന്നെ ഇവിടെ നിന്ന് കയറ്റി. 5 മണിയായപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കയറി. എനിക്ക് ഒരു 2 hours കഴിഞ്ഞ് ഒരു 8 മണിയായപ്പോൾ ഇവരെൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അത് ഭയങ്കര മഴ, അപ്പോൾ ആ ഔട്ട്ഡോർ സീക്വൻസ് എടുക്കാൻ പറ്റില്ല, അപ്പോൾ ഷൂട്ട് 2 days കഴിഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്തു. എനിക്ക് ഭ്രാന്താവില്ലേ, എനിക്കറിയില്ലാത്ത ഏതോ ഒരു സ്ഥലത്ത് ഞാൻ പോയി നിൽക്കുക. അന്നൊക്കെ എനിക്കങ്ങനെ വലിയ ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. ഞാനൊരു വീട്ടിൽ കുട്ടിയായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ്. പുറത്തായിട്ടൊന്നും വലിയ ബന്ധങ്ങളില്ല, വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒഴിച്ചാൽ പുറം ലോകമായിട്ട് വലിയ ബന്ധമില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ ഷൂട്ട് പകുതിയിൽ നിന്നിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ 2 ഘട്ട വഴിയിലാണ്, 2 ഘട്ട സമയവും. താമോ 6:30 അങ്ങാണ്ടുള്ളൊരു വണ്ടി കയറിയ 8 മണിയായപ്പോൾ വഴിയിലെത്തി. തിരിച്ച് ഞാൻ അവിടെ നിന്ന് വീണ്ടും എറണാകുളം എത്തുമ്പോൾ 10-11 മണി കഴിയും. അന്ന് ആ സമയത്ത് എനിക്ക് 10 മണി കഴിഞ്ഞൊക്കെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റിസ്ക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് റിസ്ക് ആണ്. അല്ല, ട്രെയിനിൽ ഇറങ്ങി തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് എനിക്ക് സങ്കടവും ദേഷ്യമൊക്കെ ഒരുമിച്ച് വരുവാ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ വെച്ചാൽ വല്ല ബസ് സ്റ്റോപ്പ്, അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പിൽ ഓട്ടോ പിടിച്ച് പോയിട്ട് അവിടെ നിന്ന് എറണാകുളം വരാം അങ്ങനെ വിചാരിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്തായാലും ഞാൻ വിചാരിച്ചു ആ ഒരു ഇത് മാറിയിട്ട് പിന്നെ നമ്മൾ സംസാരിച്ചാൽ ശരിയാവില്ല. ആ ഫീല് കിട്ടണമെങ്കിൽ ആ ഫീലോട് കൂടി വിളിക്കണം. ഡയറക്ടറെ വിളിച്ചു.
ചേലക്കുട്ട സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ നിങ്ങൾ എന്താണ്, നിങ്ങൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടല്ലേ ഇങ്ങനൊരു ഷൂട്ട് വെച്ചിരിക്കുന്നത്? നമ്മളെ ആ സമയത്ത് ഈ കുറച്ച് പീഡന കേസുകളൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ആ ഡൽഹി റേപ്പ് കേസ്, പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടെ നടി ആക്രമിക്കപ്പെട്ട കേസ്, ഇങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസിൽ പോകുന്നൊരു സമയമാണ്. അപ്പം നമുക്ക് ആസ് എ വുമൺ എനിക്ക് പേടിയുണ്ട് ഒറ്റയ്ക്ക് ഇറങ്ങിയെടുക്കുമ്പോഴേ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കറക്റ്റായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടല്ലേ വിളിച്ചത്? ഞാൻ അവിടെ നിന്ന് ഞാൻ മാക്സിമം പറഞ്ഞ നാളെ രാവിലെ ഞാൻ കയറാണ്, ഇപ്പോൾ ഇന്ന് തന്നെ കയറാൻ നിങ്ങൾ നിർബന്ധം പിടിച്ചു, ഞാൻ കയറി പകുതി വഴിയിലെത്തിയിട്ട് ഇറങ്ങി പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ഏത് പാരാത്രിയാകുമ്പോൾ വീടെത്തും, എനിക്കങ്ങനെ ശീലമില്ല. ഇതിപ്പോൾ പുതിയൊരാളായോണ്ടാണോ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ഞാൻ ചോദിക്കുക കേട്ടോ. അതും എല്ലാ സീനിയർ ആർട്ടിസ്റ്റുമാരടുത്തും നിങ്ങളിങ്ങനെ തന്നെ. എൻ്റെ ഒരു വിചാരം, ഞാനൊരു പുതിയ ആളായതുകൊണ്ട് ഇവരെന്നെ പ്രാന്താക്കുക, അങ്ങനെ കൂടി ഒരു ചിന്ത കേട്ടോ, തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു, തിരിച്ച് പോണപ്പോൾ പാതിരാത്രിയാവും, എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നാളെ നിങ്ങൾ പുതിയൊരാളെ കണ്ടെത്തി ഷൂട്ട് നടത്തും. ഞാൻ പറയുകയാണേ ഡയറക്ടറോട്, നിങ്ങൾ പുതിയൊരാളെ കണ്ടെത്തി ഷൂട്ട് നടത്തും. അവിടെ ഞാൻ സമയത്തിന് എത്തിയില്ലെങ്കിൽ എനിക്ക് പുറത്ത് വെച്ച് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ വീട്ടുകാരും പറയും, നീ തോന്നിയ ദിവസത്തിന് പാതിരാത്രി പോയിട്ടല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നോക്കണമല്ലോ. ഇനി മുതൽ ഇനി അഥവാ ഈ ഷൂട്ടിങ് ഉണ്ടെങ്കിലും എന്നെ രാത്രിയിൽ വിളിക്കരുത്, ഞാൻ ഇറങ്ങി വരില്ല. എനിക്ക് പകൽ യാത്ര ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ പറയാം, ഈ പുള്ളി ഒന്നും തിരിച്ച് പറയാതെ മൊത്തം കേട്ടു. ഞാൻ എൻ്റെ ഭ്രാന്ത് വീണ്ടും പറഞ്ഞു തീർത്തത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു സെക്കൻഡ് ഇങ്ങനെ സൈലൻ്റായിട്ട് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അമ്മയാ സോറി പറഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നു പുള്ളീനെ കൊണ്ട് സോറി പറയിപ്പിക്കാന്നുള്ളതല്ല, എൻ്റെ ആ സമയത്തുള്ളൊരിത് ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതാണ്. അത്രയും ഞാൻ എനിക്ക് തോന്നുന്നു മനസ്സുകൊണ്ട് ഭയങ്കര ചൈൽഡാണ്. അപ്പോൾ പുള്ളി സോറി പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എവിടെയാ ഏത് സ്റ്റേഷനിൽ? അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അവിടെ നിന്നൊരു ഷട്ടിലുണ്ട്, അതിൽ കയറിയാൽ ഇത്ര മണിക്ക് എറണാകുളത്തും. പുള്ളി എനിക്ക് പറഞ്ഞു തന്നു, പുള്ളി പറഞ്ഞത് കറക്റ്റായിരുന്നു. ഞാൻ വന്ന് നിന്നപ്പോൾ അങ്ങനെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അതിൽ കയറി ഞാൻ എറണാകുളത്തിൽ പോയി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളി എന്നെ ന്യൂക്ലിയസ് മാളിൽ കാണാൻ വരുന്നത്. അതും കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് വന്നത്. അപ്പോൾ പുള്ളി ഫിക്സ് ചെയ്തു. പുള്ളി എന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഞാൻ ഇന്ന് എൻ്റെ വില്ലത്തി ആക്കിയേക്കാം, കാരണം നീ ഒന്നും നോക്കാതെ ഗുസ്തി കൂടിയില്ലേ, അപ്പൊ നിന്നിലൊരു ഗുസ്തിക്കുള്ള ഫൈറ്റ് ചെയ്യാനുള്ളൊരു മോഡുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സാർ എന്നെ അതിൽ വില്ലത്തി ആക്കുന്നത്. അപ്പം അതൊരു എനിക്ക് തോന്നുന്നു 4 months ഷൂട്ടൊക്കെ പോയപ്പോൾ ഓൾറെഡി അതിൻ്റെ ഒരു ഹിറ്റ് പാർട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് അതിൻ്റെ വന്നതാണ്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് എവിടെ വരെ പോകുന്നൊരു കൺഫ്യൂഷനിലായിരുന്നു അവർ. ഒരു 4 months ഒക്കെ പോയപ്പോൾ അത് നിന്നു, ആ പ്രോജക്റ്റ് നിന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഇങ്ങനെ ഈ സെറ്റിലുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. നമുക്ക് എല്ലാം അറിയില്ലാത്ത ഒരാളിതിൽ വന്ന് പെടുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ എനിക്കുണ്ടായി. എന്നുവെച്ചാൽ എന്താ പറയുക, ചിലർ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, അപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും, അത് പിന്നെ ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ അവരെ വെല്ലുവിളിക്കും, എന്നാൽ പിന്നെ ഇവളെ മലയാളം ഇൻഡസ്ട്രിയിൽ വായിക്കില്ല, അങ്ങനെയൊക്കെയുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടായി. എന്നെ ഈ പ്രോജക്റ്റിന് വേണ്ടി എൻ്റെ ഫോട്ടോ കൊടുത്തത് സുരേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. എനിക്ക് 7 പ്രണയം എന്ന് പറയുന്ന സീരിയലിൽ എൻ്റെ കൂടെ കോ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തതാണ്. അവൻ ഫോട്ടോ കാണിച്ചിട്ടാണ് ഈ 3 മണിയിൽ എന്നെ എടുത്തത് സെക്കൻഡ് പാർട്ടിൽ. അപ്പോൾ അവനെ വിളിച്ചിട്ടൊക്കെ ഇവരൊക്കെ പറഞ്ഞു, അന്ന് അതിൻ്റെ എന്തോ കൺട്രോളറായിരുന്ന ആളൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ പോണെങ്കിൽ പോട്ടെ, ഞാൻ വർക്ക് ഉണ്ടല്ലോ. അപ്പം ഞാനത് ജസ്റ്റ് ക്വിറ്റ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യുമ്പോൾ അവിടെയും എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അവിടുത്തെ ആൾക്കാർ. പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ വിട്ടെ, തിരിച്ചു വരാൻ നമ്മൾ പറയില്ല, പക്ഷെ എന്തെങ്കിലും തിരിച്ചു വരേണ്ടി വന്നാൽ വരാം എന്ന് പറഞ്ഞാൽ വിട്ടെ. ഒരു കലാകാരിയാകുക എന്നുള്ളത് അവർക്ക് സന്തോഷമായിരുന്നു. ആക്ച്വലി അന്ന് എനിക്ക് ഇൻഫോ പാർക്കിൽ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അവരൊക്കെ എൻ്റെ അടുത്ത് പറയായിരുന്നു, എത്രയോ പേര് ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോകുന്നൊരു എന്നുവെച്ചാൽ ജോലി വലിയ എഞ്ചിനീയറും ഡോക്ടറും ആയവർ വരെ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇതിനു വേണ്ടി നിൽക്കുന്നു. നിനക്ക് കിട്ടുന്ന ചാൻസ് എന്തിനാ നീ കളയുന്നത്, ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ കുറച്ചായിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയതും നല്ലൊരു ക്യാരക്ടർ എത്തിയപ്പോൾ ജോബ് ഉപേക്ഷിച്ചതും. അങ്ങനെ പോയി. അപ്പോൾ നമ്മളെവിടെ പറഞ്ഞത് 3 മണി സുരേഷ് കൃഷ്ണനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ മലയാളത്തിൽ വായിക്കില്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് സീരിയലിൻ്റെ പേര് ഓർമ്മയില്ല, മഴ മനോരമയിൽ തന്നെ എനിക്കൊരു ക്യാരക്ടർ ഞാൻ ചെയ്തു. പക്ഷെ അതിൽ അവരാദ്യം പറഞ്ഞിരുന്ന ക്യാരക്ടറൊക്കെ മാറ്റി അത് ഡയറക്ടർ പുരുഷോത്തമൻ സാറിൻ്റെ ആയിരുന്നു.
പേരൊക്കെ അങ്ങനെയാണ് എൻ്റെ ഓർമ്മ കേട്ടോ. എനിക്ക് ഇച്ചിരി ഓർമ്മക്കുറവുള്ള ആളാണ്. നല്ലതാ, ചില സമയത്ത് നല്ലത്. കൊറോണ വന്നതിന് ശേഷം കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ പുരുഷോത്തമൻ സാറിൻ്റെ സീരിയലായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൽ അവർ ആദ്യം പറഞ്ഞിരുന്ന ക്യാരക്ടർ മെയിൻ ഒരു വില്ലത്തി ക്യാരക്ടറൊക്കെ പറഞ്ഞിട്ട് പിന്നെ സീരിയൽ വന്നപ്പോൾ അവർ മാറ്റി, ഡ്രൈവറുടെ വൈഫിൻ്റെ റോളിലേക്കാക്കി. അത് ഇതുപോലെ പാവർ റോളായിരുന്നു, കരച്ചിലും അങ്ങനത്തെ. എനിക്ക് ഒട്ടും ചേരുന്നില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ചേരില്ല എന്ന് എനിക്കും തോന്നി, ബാക്കിയുള്ളവർ പറയാനും തുടങ്ങിയപ്പോൾ ഞാൻ അതൊന്ന് ക്വിറ്റ് ചെയ്തു. എനിക്കത് അപ്പം സ്റ്റാർട്ടിങ് മുതലുണ്ട് ഈ ഒരു സ്വഭാവം. എന്താ എനിക്ക് പറ്റാത്തതാണെന്ന് തോന്നിയാൽ ഞാൻ ക്വിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ വീട്ടിൽ ജോലിയും പോയി, സീരിയലും പോയി, എല്ലാം പോയി, ഷാഹ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തമിഴിൽ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആരോ ഒരാൾ എൻ്റെ ഫോട്ടോ എടുത്ത് സൺ ടി വിയിൽ ഉള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടി കൊടുത്തിട്ട് സെലക്റ്റായി എന്ന് പറഞ്ഞാൽ അവരെന്നെ വിളിച്ചു. അപ്പം ഞാനിവിടെ ഡെങ്കു ഫീവർ പോസിറ്റീവ് നടിച്ചു വെച്ചിട്ടിരിക്കുക, ഞാൻ പോണോ വേണ്ട, ഇങ്ങനെ കൺഫ്യൂസ്ഡായി. അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു 2017-18 ആ സമയത്താണ് ഡെങ്കു ഫീവർ വന്നൊക്കെ കുറേ പേര് മരിച്ചൊരു സമയം കേട്ടോ. ഞാനിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ആകെ കൺഫ്യൂസ്ഡായി. വീട്ടിൽ വിളിച്ചു ചോദിച്ചു, അമ്മ പറഞ്ഞു ഇവിടെയൊക്കെ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ഈ സമയത്ത് ഡെങ്കു വെച്ച് അവിടെ പോയി എന്തെങ്കിലും വന്നാലോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കൺഫ്യൂഷനാവാം, കാരണം എൻ്റെ ജോലിയൊക്കെ പോയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചെന്ന് റിസ്ക് എടുക്കുന്നവനേ ജയിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ. അങ്ങനത്തെ ഉള്ള വലിയ കോട്ടകളൊക്കെ കളിക്കാതെ കയറി വന്ന്. അപ്പോൾ റിസ്ക് എടുക്കുന്നവനെ ജയിച്ചിട്ടുള്ളൂ എന്നൊക്കെ റിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കയറിപ്പോയി, ഫ്ലൈറ്റ് കയറി അവിടെ പോയി. അപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ വായിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പറയണം, നമുക്ക് ആർക്കും ആരുടെയും ജീവിതം തുടങ്ങി വെക്കാനോ ആർക്കും ഒരുപാട് കാലം ഒരാളിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനൊന്നും പറ്റില്ല. മേളിലിരിക്കുന്ന ഒരാൾ കൂടി വിചാരിക്കണമല്ലോ, അവരുടെ ലൈഫ് ഇവിടെ കൊണ്ട് തീർന്നോ, അവര് ഇതിലേക്ക് കൊണ്ടുവന്നാണെങ്കിൽ ഈശ്വരൻ തന്നെ നമ്മൾ വളർത്തും. മലയാളം അല്ലെങ്കിൽ തമിഴോ തെലുങ്കിലോ കൊണ്ടുപോയി വളർത്തും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തമിഴിൽ പോയി. തമിഴായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളാട്ടോ. പണ്ട് ഭയങ്കര സൂര്യ ഫാനായിരുന്നു. അപ്പോൾ സൂര്യൻ്റെ കുറേ ഇതൊക്കെ പാട്ടുകളൊക്കെ കേട്ട് സൺ മ്യൂസിക്കിൽ നിന്ന് പഠിച്ച കുറച്ച് തമിഴൊക്കെ അറിയാവും. അത് മുറി തമിഴൊക്കെ വെച്ച് അവിടെ പോയി. അത് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ നമ്പർ 1 ഹിറ്റ് സീരിയലാണ് ദൈവമകൾ എന്ന് പറയുന്ന സീരിയൽ. 5 years ആയിട്ട് സെറ്റായിട്ട് ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക, ചാനൽ നിർത്തുന്നില്ല, കാരണം നമ്പർ 1 ടോപ്പിൽ നിൽക്കുക. അപ്പോൾ അതിൽ ഈ 5 വർഷമായിട്ട് ഒരു വില്ലത്തി തന്നെയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമല്ലോ. അങ്ങനെ ഇവരെന്നെ നായകൻ്റെ പഴയ കാമുകിയായിട്ടൊക്കെ ആക്കി കൊണ്ടുപോയി. അങ്ങനെ എനിക്ക് എപ്പോഴും നായകൻ്റെ എക്സ് അങ്ങനെ തന്നെ അതിൽ കൊണ്ടുപോയി. ഞാനവിടെ പോകുമ്പോൾ ഈ പറഞ്ഞ അവിടുത്തെ കിടിലൻ ഡയറക്ടറാണ് ഈ കുമരൻ സാർ, ഡയറക്ടർ കുമരൻ സാറിൻ്റെ കൂടെ ആയിരുന്നു ഫസ്റ്റ് വർക്ക്. അപ്പോൾ സാറ് ഭയങ്കര രസമാണ്. എന്നെ കാണുമ്പോൾ എല്ലാം ചീത്ത പറയും. എനിക്കറിയില്ല, എന്നെ കാണുമ്പോഴൊക്കെ ചീത്ത പറയും. എനിക്കാണെങ്കിൽ പുള്ളിനെ കാണുമ്പോൾ തന്നെ ടെൻഷനാണ്. പിന്നെ ഇങ്ങനെ പെർഫോം ചെയ്യും. ഒരു പ്രാവശ്യം ഫൈനലി ഞാൻ പറയുകയും ചെയ്തു, സാർ உங்களுக்கு എന്നെ പിടിക്കലനാ ഇതുക്ക് എന്നെ കൂട്ടി വെച്ചിട്ട് വന്നേ. അങ്ങനെ പുള്ളി അതൊരു ഭയങ്കര എക്സ്പ്ലനേഷനൊക്കെ തന്നു. മീൻസ് അപ്പം എങ്ങനെയാ പറയുക, നിങ്ങളുടെ ഇൻ്റർവ്യൂ അത് പറഞ്ഞു തീർക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ചെറുതാക്കി പറയാമെന്ന് വെച്ചാൽ പുള്ളി എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അറിയാമോ? അറിയാം പറഞ്ഞു. അപ്പം എനിക്ക് ചോദിച്ചു, എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയാം, എങ്ങനെ ഉണ്ടാക്കും? ഞാൻ പറഞ്ഞു, അതിൻ്റെ രീതികളൊക്കെ പറഞ്ഞു. മാവ് ഒക്കെ ആറ്റി ഇങ്ങനെ ഒഴിച്ച്. അപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാം? ഞാൻ പറഞ്ഞു അതെങ്ങനെ ഉണ്ടാക്കും? പറഞ്ഞു മാവ് കുഴച്ച് ഉരുട്ട് ഇടിച്ച് പതച്ച്. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നുവെച്ചാൽ ബാക്കി ആർട്ടിസ്റ്റുമാരൊക്കെ ഇഡ്ഡലി മാവാണ്, അവർ പരുവം വന്നിരിക്കുകയാണ്, ഞാൻ ചപ്പാത്തി മാവ്, എന്നെ ഇടിച്ച് പരത്താണ്. അതുകൊണ്ടാണ് എന്നെ കാണുമ്പോൾ തെറി വിളിക്കുന്നത്. എൻ്റെ പൊട്ടൻഷ്യൽ ഇഡ്ഡലിയിലേക്ക് ഇതെനിക്ക് പറഞ്ഞു തന്നിട്ട് എനിക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പുള്ളി എന്തിനാ ചപ്പാത്തി ഇഡ്ഡലിയൊക്കെ പറയുന്നത്. വേറെ അതിലെ വില്ലത്തി ക്യാരക്ടർ ചെയ്യണ രേഖാമ്മ വന്നിട്ട് പറഞ്ഞു, എനിക്ക് പുരിയല്ലിയാ ഇപ്പിടിത്താ സൊന്നേ. ഓ അപ്പടിയാ. അപ്പം എനിക്ക് പിന്നെ സാറിനെ ചീത്ത പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത്. അതുപോലെ കുമരൻ സാറിനൊരു സ്വഭാവമുണ്ട്. സാറിന് ഒരാളുടെ അഭിനയം ഇഷ്ടപ്പെട്ടാൽ സാറ് അവർക്ക് പൊങ്കൽ പോട്ട് കൊടുക്കും. ഒരു പ്രാവശ്യം ഒരു ദിവസം ഈവനിങ്ങിൽ എന്നെ വിളിച്ച് ചോദിച്ചു, പൊങ്കൽ പിടിക്കുമോ? നമ്മൾ പിടിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എന്ത് തോന്നുന്നു, കശുവണ്ടി എല്ലാം പോട്ട് നെയ് പോട്ടാ പിടിക്കുമോ? അപ്പോൾ നമ്മളുടെ ഫുഡ് ചെയ്യുന്ന ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയൊക്കെ ഇன்றைக்கி പൊങ്കൽ പോടുங்க, ஆனால் നെയ്യ് കശുവണ്ടി എതും പോടക്കൂടാതെ, ഒന്നും ഇടാതെ എനിക്കുണ്ടാക്കി. എനിക്കൊന്നും മനസ്സിലാവില്ല, ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോൾ വൈകുന്നേരം ഞാൻ എന്തോ പറ്റിക്കണയാണെന്ന് വിചാരിച്ചു. വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ എല്ലാവർക്കും വടയും ചായയും, എനിക്ക് പൊങ്കലും ചായയും. ശരിക്കും എനിക്ക് പൊങ്കലും ചായയും കൊണ്ടുവന്നു. അപ്പം ഞാനിങ്ങനെ കൺഫ്യൂസ്ഡായി, എന്തിനാ ഇവർ പൊങ്കൽ? ഞാൻ എല്ലാവർക്കും ഓടി നടന്ന് ചോദിച്ചു. അപ്പം അന്ന് സെറ്റിൽ എനിക്ക് തോന്നുന്നു ഞാൻ കുട്ടിയാണ്, ഇച്ചിരി ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് സ്റ്റേജ് കുറവുള്ള ആളായിരുന്നു.
അപ്പോൾ ആരും ഒന്നും പറയണില്ല. പിന്നെ എൻ്റെ ഈ മുറിത്തമിഴൊക്കെ കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. മിക്കതും പറഞ്ഞ പൊട്ടത്തെറ്റാണ്ടോ. അത് പിന്നെ ഓരോന്നിങ്ങനെ ചോദിച്ച് പഠിക്കല. അപ്പോൾ അവർ ഞാൻ ലാസ്റ്റ് എല്ലാവരും ചോദിച്ചിട്ട് ആരും പറയണ്ട. ഞാൻ ലാസ്റ്റ് ഈ ഫുഡ് ഉണ്ടാക്കുന്ന ആളുടെ പോയി മണിയണ്ണ നീങ്ങളെയാവത് சொல்லுங்க எனக்கு பொங்கல் போட்டு கொடுத்தேன். அப்போ ஒன்று குமரன் சார் பொங்கல் போட்டாச்சல்ல, குமரன் சார் பொங்கல் போட்டேன்னா உங்களோட നാട് ഇപ്പോൾ உங்களுக்கு ഓക്കെ ആയി വരുത്. അങ്ങനെയാ സാറ് പറയണേ. സാറിന് അത് ഓക്കെ ആവുമ്പോൾ നേരെ നോക്കി പറയില്ല. അപ്പോൾ ഈ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇതിലിങ്ങനെ വില്ലൻ്റെ തലക്കടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് മറ്റുള്ളവർ ഞാൻ എന്നെ ഉപദ്രവിക്കുന്ന സീന് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇപ്പം തലൂത്തി മറിയാൻ പറഞ്ഞാൽ വീഴുന്ന് ബ്ലഡ് വന്നാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ ഉപദ്രവിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അടിക്കണ അടിയിൽ നിങ്ങൾക്ക് എങ്ങനെ കൊള്ളുകയാണെങ്കിലോ എന്തെങ്കിലും പറ്റുകയാണെങ്കിലോ ഇങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതിൽ അങ്ങനത്തെ ഒരു സീനൊക്കെ വന്നപ്പോൾ എനിക്ക് കുറേ ചീത്ത കിട്ടി. കുറേ ടേക്ക് പോകുമ്പോൾ സാറിന് ദേഷ്യം വന്നിട്ട് ചീത്ത കിട്ടും. ഞാൻ പോരുന്ന ഇങ്ങനെ കരയണമൊക്കെ എത്തുമ്പോൾ രേഖമാൻ വന്നിട്ട് പറയും, അമ്മയാ നീ പടയപ്പ സിനിമ அந்த மாதிரி சினிமா எல்லா இடத்து பார்க்கணும், ரம்யா கிருஷ்ணா எல்லாம் எப்படி பிஹேவ் பண்ணியிருக்க, வேற எதுவும் வேண்டாம், நம்ம குமரன் சாரையே பார்த்துக்கோ, சார் எப்படி பிஹேவ் பண்ண, அங்கே வா அங்கே போ இங்கே இப்படி பண்ணு, ഇത് மாதிரியே പേശിയാ പോതും, അപ്പോൾ നീ വിടത്തിയായിടുമെന്ന്. അപ്പോൾ അതിന് ശേഷം ഞാൻ സാറിനെ എപ്പോഴും ചെയ്യും. സാർ എന്തൊക്കെ ചെയ്യോ സാറിൻ്റെ എൻ്റെ ആറ്റിറ്റ്യൂഡുകൾ ഇടാൻ തുടങ്ങി. സാർ ഭയങ്കര സ്നേഹമുള്ള ആളാണ്, പക്ഷെ കാണിക്കില്ല. അത് ഈ അഭിനയം ഓക്കെ ആയി വന്നപ്പോൾ സാർ പൊങ്കൽ പോട്ടു. പക്ഷേ അപ്പോൾ ഞാനിത് താഴെ മണിയണ്ണൻ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ മേളിൽ വന്നിട്ട് சார் நீங்கள் காம்ப்ளிமெண்ட் கொடுத்ததில்ல, அது அப்படியே என்கிட்ட சொல்லலாம்ல, நான் கொஞ்சம் ஹாப்பியாக எடுக்கும்ல, யார் சொன்னேன் காம்ப்ளிமெண்ட் கொடுத்தன்னு யார் சொன்னேன் கேட்கணும். എനിക്കറിയാം, പക്ഷെ പുള്ളി പറയില്ല. சார் என்கிட்ட மணியண்ணன் சொன்னேன், மணியண்ணன் என்ன சொன்னேன், மணியண்ணன் கூப்பிடு, சும்மா அங்கே இருக்க, அப்படி உனக்கு பொங்கல் பிடிக்கும்னு சொன்னதுனால கொடுக்கலான்னு நினச்சேன், அது இப்போ കോംപ്ലിമെൻ്റ് എടുക്കറിയാ, അപ്പോൾ അങ്ങ് പോയിരുന്ന നടി எப்படி നടിക്കുമെന്ന് പാரு. അപ്പോൾ നമ്മളെ വീണ്ടും പിടിച്ചു താഴ്ത്താണ്. അമ്മ 6 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷെ വിവാദങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇല്ല. പക്ഷെ റീസെൻ്റ്ലി എയറിലാണ് നല്ല വിവാദങ്ങളുണ്ട്. ജിഷ്ണായിട്ട് പ്രണയത്തിലാണ്, ജിഷ്ണായിട്ട് ലിവിങ് ടുഗദറാണ്, ഫുൾ നിങ്ങൾ ഒരുമിച്ചാണ്, കല്യാണം കഴിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള പല പല ഗോസിപ്പുകൾ, വിവാദങ്ങൾ, കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്താണ് ഇതിൻ്റെ അകത്തുള്ളൊരു സത്യാവസ്ഥ? എന്താ ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ വിവാദങ്ങളാണെന്ന്. പൂർണ്ണമായിട്ട് അതിനെ തള്ളിക്കളയുന്നില്ല, എന്നാൽ ഈ പറയുന്ന വിവാദങ്ങളെല്ലാം ശരിയുമല്ല. അതാണ് എൻ്റെ ഒരു ഭാഗം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ എനിക്കറിയില്ല, എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് കള്ളായിപ്പോ. കള്ളം പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഞാനൊരു സ്ട്രൈറ്റ് ഫോർവേഡ് പേഴ്സണാണ്, അപ്പം നമുക്ക് കള്ളം പറയാതിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ മണിമുത്ത്, നേരത്തെ പറഞ്ഞില്ലേ, മണിമുത്ത് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് എനിക്ക് വന്നതാണ്, ഞാൻ റിജക്റ്റ് ചെയ്ത് വിട്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഈ കന്യാദാനം എന്ന് പറയുന്ന സീരിയലിലാണ് ഞാൻ ജിഷ്ണാനോട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. 2023 കഴിഞ്ഞ വർഷം നവംബർ 21 കന്യാദാനത്തിന്റെ ഷൂട്ട്, ഫസ്റ്റ് ഡേ ഷൂട്ട്. ഒരു വർഷമായി. അതിന്റെ ഓർമ്മപ്പെടുത്തലുകളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞില്ലേ വെള്ള ഡ്രസ്സ്, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു വർഷമായി. അപ്പോൾ അതിൽ ഈ കാളിദാസ പ്രൊഡക്ഷൻ്റെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രണയവർണ്ണങ്ങളുടെ. അതിൽ ദിവ്യനായിരുന്നു എൻ്റെ ഹീറോ, ആ പ്രൊഡ്യൂസർ. അപ്പോൾ ദിവ്യൻ ഞങ്ങൾ ആ ഒരു 1.5 വർഷത്തെ പ്രണയവർണ്ണങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ചങ്ക. ഞങ്ങൾ അത്യാവശ്യം എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് ദിവ്യൻ്റെ വൈഫ്. ഞങ്ങളിപ്പോൾ ഈ ഇടയ്ക്ക് ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നു വൈഫിനെയും. അതുപോലെ തന്നെ അത്രയും കൂട്ടല്ല എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരെ പോലെ ആവില്ലല്ലോ, പക്ഷേ ദിവ്യൻ്റെ വൈഫുമായിട്ടും നല്ലൊരു സൗഹൃദമുണ്ട്. ആൻഡ് ഞങ്ങളായിട്ട് എനിക്ക് അത്ര ഇതില്ല, നമ്മളുടെ സെറ്റിൽ അധികം വന്നിട്ടില്ല പ്രണയവർണ്ണത്തിൻ്റെ. അപ്പം കന്യാദാനത്തിൽ ഇങ്ങനെ ഒരു പോലീസ് ക്യാരക്ടർ വന്നപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് അളിയാ നീ വരണം. അപ്പം ഞാൻ പറഞ്ഞു ഈ 3-4 ഡേയ്സുള്ള ഒരു ഷൂട്ടാണ്, ഗസ്റ്റ് അപ്പിയറൻസ്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ചെയ്യൂല എന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു ഇല്ല അളിയാ നീ വരണം, എനിക്ക് പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഇവൻ എൻ്റെ പഴയ മൊട്ടത്തല ഒക്കെ ആ ഒരു അപ്പിയറൻസ് പിടിച്ചിട്ട് നിൽക്കുക. അപ്പോഴേക്കും കുറച്ച് മുടിയൊക്കെ വളർന്നു, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും മുടി വളർന്നതൊക്കെ ചോദിക്കും. അപ്പം ഇങ്ങനെ ഒരു ബോൾഡ് ക്യാരക്ടർ വരുമ്പോൾ അവൻ്റെ മൈൻഡിൽ എന്നെയാണോ വന്ന് എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ ആദ്യം അത് റിജക്റ്റ് ചെയ്തിട്ട് രണ്ടാമത് ഞാൻ ആ സമയത്ത് മാംഗല്യത്തിൻ്റെ സെറ്റിലാണ്. മാംഗല്യം എന്ന് പറയുന്ന കേരളത്തിൽ പോകുന്നൊരു സീരിയലിൻ്റെ സെറ്റിലായിരുന്നു.
അതിൽ ജോയിൻ ചെയ്ത് ഒരു 1 മന്ത് എങ്ങാണ്ട് ആയതേ ഉള്ളൂ. എനിക്ക് വർക്കൊക്കെ വളരെ കുറവായിട്ട് ലാഗ് അടിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന ഒരു സമയം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഠിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ എക്സാം വരുന്നുണ്ട്, അതിനെനിക്ക് ഫണ്ട് വേണം. ഞാൻ ചോദിച്ചു ശരി, ഇതിനൊരു 1 വീക്ക് ഷൂട്ട് പോയാൽ എക്സാം ഫീയും കാര്യങ്ങളും കൂളായിട്ട് പോകുമല്ലോ, ശരി ഞാൻ വരാം എന്ന് പറഞ്ഞു. മനസ്സോടെ അവിടെ പോയി. എനിക്കിതിൽ ആരാ കോമ്പിനേഷൻ സീനൊന്നും അറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്ക് മെയിനായിട്ട് ജിഷൻ ചേട്ടനുമായിട്ടാണ് എനിക്ക് കോമ്പിനേഷൻ സീൻസ് വരുന്നത് എന്ന്. അപ്പം ഞാനത് ഇങ്ങനെ ഓർത്തെടുക്കുക, പണ്ട് ഈ പുള്ളിനെ മണിമുത്ത് ഒഴിവാക്കി വിട്ടതാണല്ലോ. അപ്പം അങ്ങനെ അപ്പം ഞാൻ ഇതിന് മുമ്പ് പൂക്കാലം വരവായി എന്ന് പറയുന്നൊരു സീരിയലിൽ ഈ ചേട്ടനെ ഒരു ദിവസം കണ്ട് ഒരു സീനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി അതിൽ വന്നു പോയി, ഞാനും അതിൽ വന്നു പോകുന്നൊരു ക്യാരക്ടറാണ്. ജസ്റ്റ് കണ്ടിട്ടുണ്ട്, മിണ്ടിട്ടോ സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ചേട്ടൻ എൻ്റെ അടുത്ത് അവിടെ വെച്ച് കണ്ട് സംസാരിക്കാനും മിണ്ടാനൊക്കെ മിണ്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടനെ ഞാൻ ഈ പൂക്കാലം വരവിൽ വെച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ കണ്ടു. പുള്ളിക്ക് അങ്ങനെ ഒരു ഇത് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു പിന്നെ മണിമുത്തിൽ എനിക്കിങ്ങനെ വന്നതായിരുന്നു, അന്ന് ഞാൻ പഠിക്കണമുണ്ട്. പുള്ളിയുടെ അടുത്ത് ഞാൻ പുള്ളിനെ കുറിച്ച് മോശം കേട്ടിട്ടാണ് മാറിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനന്ന് പഠിക്കണമുണ്ട്, എനിക്ക് എക്സാമും സമയമൊക്കെയാണ്, ഞാനതൊന്ന് മാറിയതാ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ കൂട്ടായി, കമ്പനിയായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മളൊരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്തു. പുള്ളി പൊതുവേ എനിക്ക് തോന്നുന്നു എല്ലാവരുമായിട്ട് പെട്ടെന്ന് ജെല്ലാവുന്ന ഒരു ക്യാരക്ടറാണ്, എല്ലാവരോടും പെട്ടെന്ന് ഫ്രണ്ട്ലി ആകുന്ന ഒരു ക്യാരക്ടറാണ്. ഞാൻ പക്ഷെ അങ്ങനെയല്ല, ഞാൻ എല്ലാവരോടും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവില്ല. എന്നുവെച്ചാൽ ഇപ്പം ഞാൻ ചെയ്യണ സെറ്റിൽ തന്നെ എനിക്ക് ചടക്കാരി എന്നുള്ള പേര് വന്നതിന് ശേഷമാണ് അവിടെ ഉള്ളവരായിട്ട് ഞാൻ കമ്പനിയായ. എല്ലാ സെറ്റിലും അങ്ങനെ തന്നെയാണ് പോകുമ്പോൾ. ഒന്നാമത് എൻ്റെ ഈ ദേഷ്യം പിടിച്ച പോലത്തെ മുഖം കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ജാടമുഖമാണ് എനിക്കല്ലേ, ചിരിക്കാണ്ടിരിക്കുമ്പോൾ ഒരു ജാടമുഖമില്ലേ, അങ്ങനെയാണ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ മുഖത്തോക്കി അങ്ങനെയാണ്, എനിക്കറിയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ കേൾക്കുന്ന ഒരു പേരാണിത്. പക്ഷെ മിണ്ടി കൂട്ടായി കഴിയുമ്പോൾ എല്ലാവരും പറയോ ഇങ്ങനെ മീൻസ് പാവം നല്ല സിമ്പിളായിരുന്നോ, ഭയങ്കര ജാടയാണെന്ന് വിചാരിച്ചു എന്ന്. അത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ചെയ്യണ കുടുംബശ്രീ ശാരദയിലുള്ള എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ വരെ അത് പറഞ്ഞു കഴിഞ്ഞു. എല്ലായിടത്തും ഇതെനിക്ക് അനുഭവമുണ്ട്. ഞാൻ അങ്ങനെയല്ല, എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഞാൻ കംഫർട്ട് സോണിലാണ്. എനിക്ക് കംഫർട്ടായിട്ടുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ നമ്മൾ കുറേ സംസാരിക്കുമ്പോൾ ചിലർ പറയുന്നത് ജാടയാ, മറ്റേ കത്തിയാണ്, കോടാലിയാണ്, വാപോയ കോടാലിയാണെന്നൊക്കെ പറയും. എന്നാൽ സംസാരിക്കാതിരുന്ന ജാടയാണെന്നും പറയും. എന്ത് ചെയ്താലും കുറ്റം പറയും ആൾക്കാരെ. എന്നാൽ നമ്മൾക്ക് കംഫർട്ട് സോണിലാണ്, നമ്മളെ ജഡ്ജ്മെൻറ്റ് ചെയ്യില്ലാന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കിട്ടുക വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടൻ പെട്ടെന്ന് ഫ്രണ്ട്ലി ആകുന്ന ഒരാളായതുകൊണ്ട് പെട്ടെന്ന് ഫ്രണ്ട്ലി ആയി. പിന്നെ ഓൾറെഡി അതിൻ്റെ ഡയറക്ടർ ദിവ്യൻ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ മുന്നത്തെ സീരിയലിലെ നായകനായിരുന്നു. പിന്നെ അതിൽ ഐശ്വര്യ ഈ ചേട്ടൻ്റെ വൈഫ് ക്യാരക്ടർ ചെയ്യുന്ന കുട്ടിയും പെട്ടെന്ന് ജെല്ലാകുന്നൊരു ക്യാരക്ടർ. അപ്പോൾ കുട്ടിയായിട്ടും പെട്ടെന്ന് കമ്പനിയായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു തേക്കടിയിലൊരു ഷൂട്ട് വന്നു, റിസോർട്ടിൻ്റെ ഷൂട്ട്. അപ്പോൾ ഞാനിങ്ങനെ കുട്ടികളുടെയൊക്കെ അപ്പോൾ ഞാൻ ജിഷ്ണേട്ടൻ എൻ്റെ കോൺടാക്റ്റിൽ ആയി. നമ്മളൊരു പ്രോജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഫ്രണ്ട്ഷിപ്പിൽ വരുമല്ലോ. അപ്പോൾ ഒരു ഷൂട്ട് വന്നപ്പോൾ അതിൽ ഇങ്ങനെ ആർട്ടിസ്റ്റിനെ ഇങ്ങനെ അന്വേഷിക്കേണ്ടായിരുന്നു. മീൻസ് എനിക്ക് ഷൂട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ടെക്നിക്കൽ സൈഡിലാണ് തന്നെ, അങ്ങനെയും ചെയ്യും. അത് ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധി അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിച്ചു കളയരുത്. നമ്മൾ മാന്യമായിട്ട് ജോലി എടുത്ത് ജീവിക്കാം. അത് ക്യാമറയുടെ മുന്നിലാണെങ്കിലും പുറകിലാണെങ്കിലും. വർക്ക് കുറവായിരിക്കുമ്പോൾ പുറകിൽ നിന്ന് മറ്റേ എന്താ പറയുക അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വിളിച്ചാൽ ഞാൻ പോവും. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയാൽ മതി. അപ്പോൾ അതിന് അങ്ങനെ ആ ഒരു ഇത് അവരുടെ പ്രോജക്റ്റ് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളത് അതൊരു റിസോർട്ടിൻ്റെ ഷൂട്ടായിരുന്നു. അപ്പോൾ ആ സാർ എന്നെ വിളിച്ചിട്ട് അമ്മ നമുക്ക് ഇത് സീരിയലിൽ തന്നെ കുറച്ച് ഏജ് ആയിട്ട് ചെറിയ യങ് ഏജിലുള്ള കുട്ടീനെ കിട്ടുമെന്ന് ഞാനിങ്ങനെ കുറേ പേരൊക്കെ തപ്പി നോക്കി. ഞാൻ അപ്പം മാംഗല്യം ചെയ്യുന്നുണ്ട്. മാംഗല്യത്തിലെ ഹീറോയിനെ ഒക്കെ സജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ കുറച്ച് പേരുടെ ഫോട്ടോസൊക്കെ ഞാൻ അവരോട് ചോദിക്കാതെ തന്നെ അടുത്ത് അയച്ചു കൊടുത്തു. കൺഫേം ആയി അവരോടും ചോദിക്കാമല്ലോ. അപ്പോൾ ഇവരിങ്ങനെ ഒന്നും ഓക്കെ ആവുന്നില്ല. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ജിഷേട്ടൻ ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ. അപ്പം എൻ്റെ എൻ്റെ വൈഫ് ആയിട്ടുള്ള കുട്ടി നല്ല കുട്ടിയാണ് അല്ലേ. ഞാൻ പറഞ്ഞു ഒന്ന് ചോദിക്കുമോ ചോദിച്ചു. ചോദിച്ചിട്ട് പറയാം. അപ്പം പേയ്മെൻറ്റ് പകുതി എനിക്കാണേ എന്നൊക്കെ പുള്ളി പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ചെയ്യാം, അതൊന്ന് ഓക്കെ ആക്കി തരുമോ. കാരണം എനിക്ക് ഇവിടെ ഞാൻ ആർട്ടിസ്റ്റ് അല്ല, നിങ്ങളുടെ ടെക്നിക്കൽ സൈഡിലാണ്, ഡയറക്ടറുടെ അസിസ്റ്റൻ്റ്. അപ്പോൾ എനിക്ക് ആളിനെ കൊടുക്കണം. അപ്പോൾ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ചു. ആ കുട്ടി ഓക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ എനിക്ക് നമ്പറൊക്കെ അയച്ചു തന്നു. ഞങ്ങൾ നേരിട്ട് സംസാരമായി. ഈ ഷൂട്ടിന് ഞങ്ങൾ പോയപ്പോൾ
ഞാനും ഉണ്ടായിരുന്നു, ഐഷ് ഉണ്ടായിരുന്നു, ഐഷിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ആ കുട്ടി റീസെൻ്റ്ലി മാരീഡാണ്. അപ്പം അന്ന് അവിടെ ജിഷൻ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ചുമ്മാ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടെ ഒരു കൊളാബായിട്ടൊരു ഷൂട്ട് അതിൻ്റെ ഇടയിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ കന്യാദാനത്തിലുള്ളൊരു സൗഹൃദം ഇവിടെ പുതുക്കി. ഇങ്ങനെയാണ് നമ്മുടെ സൗഹൃദം പോകുന്നത്. അപ്പോൾ സൗഹൃദം തന്നെയായിരുന്നു നല്ല രീതിയിലുള്ള. അപ്പോൾ അത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അപ്പം നമുക്ക് ഒന്നുകൂടി കൂടല്ലേ. ഇപ്പം നിങ്ങളെ ഒരു പ്രോജക്റ്റിൽ ഇപ്പം ഇന്ന് നിങ്ങളെ ഞാൻ കണ്ടു, നാളെ വേറെ ഒരു സ്ഥലത്തും കണ്ട് വീണ്ടും വീണ്ടും കാണുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും സംസാരിച്ചാണല്ലോ സൗഹൃദം കൂടുന്നത്. അപ്പോൾ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് മീൻസ് ഈ പുള്ളീൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ, മരിക്കുന്ന മീൻസ് എന്തോ വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു, മരിക്കുക. അപ്പോൾ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ അന്നും നമുക്കിത് പെട്ടെന്ന് ഒരാൾ മരിച്ചു പോവാന്നൊക്കെ പറയുമ്പോൾ ഒരു ഷോക്കിംഗ് പോലെ ഒക്കെ ആയിരുന്നു. അപ്പോൾ ആസ് എ ഫ്രണ്ട് നല്ലൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുത്തൊക്കെ നിന്നു. പിന്നീട് അത് ഒരു എന്താ പറയുക, ഒരു ഞാനൊരിക്കലും അതൊരു പ്രണയമാണെന്ന് പറയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിക്കാനൊന്നും തീരുമാനിച്ചിട്ടേ ഇല്ല. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയക്കാരുണ്ടാക്കുന്നതാണ്. അതിനൊരു കറക്റ്റ് ഡെഫിനിഷനിൽ എത്തിയിട്ടില്ല. സൗഹൃദത്തിൽ നിന്ന് അതിൽ കൂടിയിട്ടൊരു സ്നേഹമുണ്ട്, ഒരു അടുപ്പമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ അതൊരിക്കലൊരു വിവാഹം കഴിക്കാനോ ദമ്പതികളാകാനോ അവിടെ വരേക്ക് എത്തിയിട്ടില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒരു 18 വയസ്സുള്ള ചെറിയ കോളേജ് ഗേൾസ് ഒന്നും അല്ല, അല്ലെ ടീനേജ് ഏജ് അല്ല. അതിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുടെ ലൈഫിലും എന്തൊക്കെയോ എന്താ ഡ്രോബാക്സ് ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ചാടി കയറി പോയിട്ട് കല്യാണം കഴിച്ചിട്ട് അങ്ങനെ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഞങ്ങൾ രണ്ടുപേരും. ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡ് ആവുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ നമ്മൾ കൂടുതൽ ഇടപഴകാനും. ഇപ്പോൾ ചേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകും. നമ്മളത് ഹൈഡ് ചെയ്യുന്നില്ല ഒരിടത്തും, ആരുടെയും മുന്നിൽ അത് ഹൈഡ് ചെയ്യുന്നില്ല. നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ എടുത്ത സ്റ്റോറി ഇടുന്നു. എൻ്റെ ആലിയ ഭട്ടിൻ്റെ കൂടെ ഞാൻ സിനിമയ്ക്ക് പോയി. ആക്ച്വലി ആ ക്യാപ്ഷൻ പറഞ്ഞു കൊടുത്തത് ഞാനാ. എന്താ കാര്യം അറിയോ, ശരിക്കും സത്യം. അവിടെ സിനിമ കാണാൻ വേണ്ടി ചെന്ന് കയറിയിട്ട് ആരുമില്ല. ഞാൻ കൂടെ അവിടെ ആലിയ ഭട്ട് മാത്രം ഇന്ന് വർത്താനം പറയുന്നത്. ഞാൻ പറഞ്ഞൊരു വീഡിയോ എടുത്തു തരാം, ഇത് ആലിയ ഭട്ടിൻ്റെ കൂടെ. ഞാൻ ആലിയ ഭട്ടിനെയാണ് ഉദ്ദേശിച്ചത്. പ്രേക്ഷകർ എന്നെ ആലിയ ഭട്ടാക്കിയോ എനിക്കറിയില്ല. പക്ഷേ അതങ്ങനെയാണ് ഇട്ടത്. ഞങ്ങളങ്ങനെ ഹൈഡ് ചെയ്യാറില്ല, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഇനി ഫ്യൂച്ചർ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അൺപ്രഡിക്റ്റബിൾ ആണ്. ഇത് എവിടെ പോകും എവിടെ അവസാനിക്കും ഇതൊന്നും എൻ്റെ കയ്യിലല്ല. ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊരു കള്ളം പറയാൻ ആഗ്രഹിക്കണില്ല. നിലവിൽ ഞാൻ പറഞ്ഞു നമ്മൾ റിലേഷൻഷിപ്പിലോ അങ്ങനെ ഒന്നുമല്ല. കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് പറ്റില്ല. പക്ഷേ പ്രണയമുണ്ട്. പ്രണയം എന്നും പറയാൻ പറ്റില്ല. സൗഹൃദത്തിനും അപ്പുറം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും ഉണ്ട്. കാരണം വേദനിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ. പുള്ളിയാണെങ്കിലും അതെ, ഞാനാണെങ്കിലും അതെ, എല്ലാവരും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈഫ് സ്പോയിലായി പോയവരൊക്കെ വേദനിക്കപ്പെട്ടുള്ള മനുഷ്യരാണല്ലോ. അപ്പം നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കണത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ ഞാനൊരു ഫ്രണ്ടായിട്ട് കൂടെ നിന്ന് നിങ്ങളെ കൂടുതൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ ആൾക്കും മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരും. അത് മറ്റൊരാളുടെ കുറവോ എൻ്റെ കൂടുതലോ അല്ല, അല്ലേ? എനിക്ക് പറ്റുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഇടയിലുള്ള ഒരു സ്പേസിൽ അത് വർക്കൗട്ടായി എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ജിഷ്ണി അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാനും ജിഷ്ണിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് പെട്ടെന്ന് അറിയാൻ കഴിയുന്ന ഒരാളായിട്ട് അമ്മയെ പെട്ടെന്ന് തന്നെ മാറി എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ? അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഇപ്പോൾ ചേട്ടൻ കുറച്ചൊരു ചില സമയത്തൊരു ടോക്സിക് ക്യാരക്ടർ പോലെ നമുക്ക് റൊമാൻറ്റിക് അല്ല ടോക്സിക് ക്യാരക്ടർ പോലെ ഫീൽ ചെയ്യും നമുക്ക്. ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിട്ട് തോന്നും. ഞാനതിൻ്റെ അപ്പുറം ദേഷ്യമുള്ള ആളാണ്. പക്ഷേ ഞാൻ ദേഷ്യം വരുമ്പോഴും ചിന്തിക്കും. ഞാൻ പണ്ട് അങ്ങനെ ചിന്തിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാനും. അപ്പം അങ്ങനെ ചിന്തിക്കാതെ എടുത്ത് ചാടിയൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് ലൈഫിൽ പല നഷ്ടങ്ങളും ഉണ്ടാവുകയാണെന്നുള്ളത് സ്വയം റിയലൈസ് ചെയ്തു അതിന്. അപ്പോൾ ഇപ്പം വെച്ചിങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് ടോക്സിക് ആയിട്ട് ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ കുറേ വായിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അങ്ങനെ മാറ്റങ്ങൾ വന്നു തുടങ്ങി കേട്ടോ. കൂടുതലും ഇപ്പോൾ പഠിക്കുന്ന സബ്ജക്റ്റ് വേറെ ആണെങ്കിലും എനിക്കിഷ്ടം സൈക്കോളജി ബുക്സൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വായിക്കാറുണ്ട്. അതായത് ഒരാൾ ദേഷ്യം കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെടാതെ വാശി പിടിക്കുന്നതും ദേഷ്യം കാണിക്കുന്നതും അവർക്ക് അവിടെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ മിസ് ചെയ്യുന്നതും കൊണ്ടാണ്. നമ്മളൊന്ന് കൂളായി കൊടുത്താൽ ചിലപ്പോൾ അവർ ഓക്കെ ആവും.
എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളതും. ഞാൻ അങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ്. ഇപ്പോൾ മീൻസ് എൻ്റെ സിസ്റ്ററായിട്ട് ഞാനും അവളും തമ്മിൽ ഫൈറ്റ് ചെയ്യാറുണ്ട് ചില സമയത്ത്. ഭയങ്കര അടി ഉണ്ടാവും. അവളങ്ങ് ഹൈപ്പിൽ പോകുമ്പോൾ ഞാൻ താഴ്ന്ന് കൊടുക്കുക. അപ്പോഴേക്കത് ബാലൻസ്ഡ് ആണ്. ഞാനും അതേപോലെ നിന്ന് കഴിഞ്ഞാൽ അത് ഇങ്ങനെ അടിച്ചടിച്ച് തെറിച്ച് പോവില്ലേ. അപ്പോൾ നമ്മൾ ആ സമയത്ത് വികാരമല്ലാതെ വിവേകപരമായി ചിന്തിച്ചൊന്ന് താഴാന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇത് ചെയ്ത് എനിക്ക് ഇവിടെ അത് ഓക്കെയാണ്. അപ്പം അങ്ങനെയാണ് എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ചേട്ടനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ്സ് ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഉണ്ട് നെഗറ്റീവ്സ്, എല്ലാ മനുഷ്യനും ഉള്ളതുപോലെ ആ മനുഷ്യനും ഉണ്ട്. പക്ഷെ എന്നാലും ആളിൽ എനിക്ക് തോന്നുന്നു നെഗറ്റീവ്സ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും നെഗറ്റീവ്സ് മാത്രമേ കണ്ടുകൊണ്ടിരിക്കുള്ളൂ. പോസിറ്റീവ്സ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് നെഗറ്റീവ്സിൽ ഒരു പോസിറ്റീവ്സ് കണ്ടെത്തും എന്നാണ്. ഞാൻ ആ പുള്ളീൻ്റെ ആസ് എ ഫ്രണ്ട് പോസിറ്റീവ്സിനാണ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ല ടാലൻറ്റഡ് ആണ്. അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. ടാലൻറ്റഡ് ആണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്. പിന്നെ എന്താ പറയുക, നല്ല നോളജ് ഉണ്ട്. പുള്ളീനെ ഒരുപാട് പേര് മണ്ടൻ ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ ഞാൻ, പക്ഷെ പുള്ളിക്ക് നല്ല നോളജ് ഉള്ളതായിട്ടാണ്. ടെക്നിക്കൽ സൈഡിലൊക്കെ ഭയങ്കര നോളജ് ഉണ്ട്. അത് നമ്മൾ അവർക്കുള്ള കഴിവിനെ അംഗീകരിച്ച് കൊടുക്കണ്ടേ. അംഗീകരിച്ച് കൊടുക്കുമ്പോൾ ആണല്ലോ എന്താ പറയുക, അതെ. അപ്പോൾ പിന്നെ ഇച്ചിരി എന്താ പറയുക, ഒരെടുത്ത് ചാട്ടം, കുറച്ചൊരു ദേഷ്യം ഒക്കെ ഉണ്ടെന്നുള്ള വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ആണുങ്ങളുടേതായിട്ടുള്ള ഇപ്പോൾ ലൈഫ് പോയി കിടക്കുമ്പോൾ ആൾക്കാർ സകല തല്ലിപ്പൊളിത്തരങ്ങളും കാണിക്കും. ഞാനും കാണിച്ചിട്ടുണ്ട്. നമ്മൾ അതുവരെ പോകാത്ത വേറെ ചില എക്സ്ട്രീം ലെവലിലൊക്കെ പോയി എന്നിരിക്കും. കാരണം നമുക്ക് മുന്നോട്ടൊരു എക്സ്പെക്റ്റേഷൻ ഇല്ല. ലൈഫിന് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഇതില്ല. ഇത് എവിടെയാണ് എന്നൊന്നും അറിയാതെ പോകുമ്പോൾ തോന്നിയാസത്തിനൊക്കെ പോകാമെന്ന് പറയില്ലേ, അതൊരു ഗേളിനെ അപേക്ഷിച്ച് ബോയിന് കുറച്ച് കൂടുതലാണ്. അവർക്ക് തോന്നിയാസമായിട്ട് സഞ്ചരിക്കാൻ വഴികൾ ഏറെ ഉണ്ട്. അപ്പം മേ ബി അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം പുള്ളീൻ്റെ എന്താ പറയുക ഡൗൺ സ്റ്റേജിൽ. അതുകൊണ്ടായിരിക്കും ഇത്രയും നെഗറ്റീവ്സ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ മീറ്റ് ചെയ്തിട്ട് എൻ്റെ സിസ്റ്ററെ പരിചയപ്പെട്ട്, അപ്പോൾ എൻ്റെ സിസ്റ്റർ പരിചയപ്പെട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരാളെ കുറിച്ച് എങ്ങനെയാണ് ഇത്രയും നെഗറ്റീവ്സ് ഉണ്ടായത് എന്നാണ് അവൾ എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. പുള്ളീനെ കുറിച്ച് പറയുന്നൊരു കമൻറ്റാണ് അത്. പിന്നെ പുള്ളിയോട് കൂടുതൽ നമ്മൾ ഇടപഴകുമ്പോൾ മനസ്സിലായി നമുക്ക് നമ്മുടെ ക്യാരക്ടറിൽ കുറേ ചേഞ്ചസുകൾ വരുമല്ലോ. ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മുട്ടുവര മുടിയുള്ള 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാത്ത ഞാൻ ഇപ്പം മാറിയില്ലേ, ലൈഫ് മാറ്റിയതാണ് എന്നെ. അപ്പോൾ ചിലപ്പോൾ ഈ പുള്ളി മുമ്പ് എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മൾ ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മൈൻഡ് ട്വിസ്റ്റ് ആവും. ഞാൻ പറഞ്ഞില്ല, ഞാൻ യാത്ര എന്നുള്ള ബുക്ക് വായിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ മൈൻഡ് ട്വിസ്റ്റായി. അപ്പോൾ അതുപോലെ എങ്ങനെയെങ്കിലും ആയിരിക്കാം. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും പുള്ളിയിലുണ്ട്. ഈ അമ്മയെ എന്തോരം ജിഷിൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്? ഞാൻ അങ്ങനെ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. മാറ്റങ്ങൾ നമുക്ക് ആരുടെ ലൈഫിലും കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് നിങ്ങളെ മാറ്റാൻ പറ്റില്ല. എനിക്ക് നിങ്ങളെ ഉപദേശിക്കാം. എനിക്ക് നിങ്ങളോട് നിങ്ങൾ നന്നാണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഉപദേശിക്കാം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരാം. നിങ്ങൾ മാറണേ നിങ്ങൾ സ്വയം അങ്ങനെ എന്തെല്ലാം ഉപദേശങ്ങൾ നിങ്ങൾ എന്നിട്ട് സ്വയം വിചാരിച്ച് നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ മാറില്ല, പക്ഷെ നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങൾ സ്വയം മാറുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തിരിച്ച് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് തന്നെയല്ലേ. അത്രയാണ്. അങ്ങനെ അമ്മയെ പറഞ്ഞു കൊടുത്തിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തെന്നല്ല, അങ്ങനെയൊക്കെ എന്ന് പറയും ഉണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇല്ല, കുറേ കാര്യങ്ങൾ ചിലതൊന്നും ഇങ്ങനെ ഈ വെയിൽ കൂടെ പോയി അങ്ങനെയല്ല എനിക്കും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. കുറേ നല്ല കാര്യങ്ങൾ, ഇപ്പം അഭിനയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇതിനെക്കുറിച്ച് പറയേണ്ട ഒരു ഇൻ്റർവ്യൂ ആക്കി മാറ്റരുത് പ്ലീസ്. ഇല്ല, എല്ലാം നമ്മൾ സംസാരിക്കണമല്ലോ. അല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്വൈസുകൾ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ലാത്ത ഭാഗങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഇമോഷണലി ഒക്കെ ഒരു അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ ആരോടും ഇമോഷണലി അറ്റാച്ച്ഡ് ആകാത്തൊരു ക്യാരക്ടറായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് വേണ്ടേ, മനുഷ്യൻ ഇമോഷൻസ് അല്ലേ. അതെ, ഇമോഷണലി നമ്മൾ അറ്റാച്ച്ഡ് ആകണം. നമ്മൾ അമ്മയോടും
നമ്മളുടെ മക്കളോടും ഒക്കെ അറ്റാച്ച്ഡ് ആവണ്ടേ, അല്ലെങ്കിൽ ഗ്രാജ്വലി നമ്മളെല്ലാവരും ഒഴിവാക്കും, ഒറ്റപ്പെടില്ലേ. അപ്പം അങ്ങനെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആസ് എ ഫ്രണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ പുള്ളി വരുത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ ഈ സിനിമയിലെ പോലെയല്ല സീരിയലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട്. അമ്മയുടെ ഒരു റെമ്യൂണറേഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? എൻ്റെ റെമ്യൂണറേഷൻ ഞാൻ പറയില്ല, ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മൾ പറയാൻ പാടില്ല. ആയിക്കോട്ടെ, വയസ്സും ശമ്പളവും പറയാൻ പാടില്ല, ചോദിക്കരുത്, ചോദിച്ചടിക്കില്ല, കുഴപ്പമില്ല, എന്നാലും നാട്ടുകിടപ്പല്ലേ അങ്ങനെയാ. അല്ല, റെമ്യൂണറേഷൻ എനിക്ക് സിനിമേനെ കുറിച്ചിട്ട് അറിയില്ല. ഞാൻ സിനിമ ചെയ്തു 1-2 അതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അതിൽ ഞാൻ സീരിയൽ ചെയ്തിട്ടുള്ളൊരു ഇത് വെച്ചിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ, മീൻസ് ഭയങ്കര ഹെവി ചാർജൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. സീരിയലിൽ കിട്ടുന്ന ഒരു എമൗണ്ടിൻ്റെ ചിലപ്പോൾ ഒരു 2000-3000 രൂപ കൂട്ടി പറയും. സിനിമയല്ലേ, കുറച്ചും കൂടല്ലോ, അതുകൊണ്ട് അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ പണി നോക്കിയിട്ട് അതിനകത്ത് ചെന്നിട്ട് ഒരു സിമ്പിൾ കാര്യമാണ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ 90,000 വേണമെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് 1 ലക്ഷം വേണം, 1 കോടി വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഒരു കുഞ്ഞു ക്യാരക്ടറാണെങ്കിൽ അതിനനുസരിച്ചുള്ള എഫേർട്ടല്ലേ ഉള്ളൂ. ഞാൻ എപ്പോഴും എഫേർട്ട് നോക്കുന്ന ഒരാളും കൂടിയാണ്. അത് നല്ലൊരു ചോദ്യമായിരുന്നു. അതിന് ഞാൻ കൃത്യമായിട്ടുള്ള ഉത്തരം തന്നിരിക്കുന്നു. അതെ, ഈ പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞ് പല സ്ഥലത്തും പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? അല്ല, അമ്മയെ പറഞ്ഞില്ല ആദ്യം, അതല്ല കൃത്യമായിട്ടുള്ള ഉത്തരമല്ല. ആദ്യം പറഞ്ഞു ഞാൻ ലൊക്കേഷനിൽ സ്ഥിരം ഒരു പ്രശ്നക്കാരിയായിരുന്നു, പലരായിട്ടും വഴക്കുണ്ടാക്കാറുണ്ട്. ഇല്ല, പേയ്മെന്റിന്റെ കേസ്, ഈ ലൊക്കേഷനിൽ ഞാൻ പല കാര്യത്തിലും വാശി പിടിക്കും, പല കാര്യത്തിലും ഞാൻ വഴക്കുണ്ടാക്കാറുണ്ട്, ലൊക്കേഷനിൽ ഉള്ളവരായിട്ട് വാശി പിടിക്കാറുണ്ട്. ഈ പേയ്മെന്റിന്റെ കേസിൽ വാശി പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ട്. അമ്മയെ ലൊക്കേഷനിൽ ഈ റെമ്യൂണറേഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ലൊക്കേഷനിലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, പ്രണയവർണ്ണങ്ങൾ ചെയ്യുന്ന സമയത്ത്, പ്രണയവർണ്ണങ്ങൾക്ക് മുമ്പ് ഞാൻ മലയാളം എനിക്ക് തോന്നുന്നു കുടുംബങ്ങളൊക്കെ ചെയ്തേ. അപ്പൊ അതിൽ വാങ്ങിച്ചിരുന്ന ഒരു പേയ്മെന്റിന് നമുക്ക് കിട്ടുന്ന ഒരു പേയ്മെന്റ് ഉണ്ടല്ലോ. ഇപ്പൊ സ്റ്റാർട്ടിങ് ഫസ്റ്റ് 3 മണിയിൽ കിട്ടുന്ന ഒരു പേയ്മെന്റ് ഉണ്ടാവും. അത് നമ്മൾ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ചേ തരുള്ളൂ ഇവര്. അത് ഞാൻ തമിഴില് ചെയ്തപ്പോൾ അവിടെ നല്ല റെമ്യൂണറേഷനാണ്. അതൊന്നും ഒരിക്കലും ഇവിടെ കിട്ടാൻ പോകുന്നില്ല. അത് പൊതുവെ ഒരു പറച്ചിലുണ്ട്. അല്ല, അത് ഞാൻ അങ്ങനെ മലയാളത്തിന് ഇടിച്ചു താഴ്ത്തിയോ ചവിട്ടി താഴ്ത്തിയോ ഒന്നും പറയണില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന പച്ചയായിട്ടുള്ള സത്യമാണ്. അവിടെ കുറച്ചുകൂടി റെമ്യൂണറേഷൻ കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ അങ്ങടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ. ഇവിടെ അത്രയും നമ്മളുടെ മലയാള ഇൻഡസ്ട്രി കുറച്ചുകൂടി ചെറിയ ഇൻഡസ്ട്രി ആണല്ലോ, അതുകൊണ്ടായിരിക്കാം അത്രയും കിട്ടില്ല. അപ്പം തമിഴ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാൻ കുടുംബങ്ങളൊക്കെ ചെയ്യണ സമയത്ത് ഞാൻ 3 മണി വാങ്ങിച്ചത് വാങ്ങാൻ പറ്റില്ലല്ലോ. കൂട്ടി, ഞാൻ കുറച്ച് അങ്ങനെ കൂട്ടുള്ളൂ. ഉപ്പിനും മുളകിനും ഒക്കെ വില കൂടുന്നതനുസരിച്ച് അവരറിയാതെ പതിയാണ് ഞാൻ കൂട്ടുന്നത്. ആയിട്ട് ഒരു ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രണയവർണ്ണങ്ങളിൽ വരുന്നത്. പ്രണയവർണ്ണങ്ങളിൽ വരുമ്പോൾ രാജീവ് സാറിന്റെ പ്രൊജക്ട് ഞാൻ പറഞ്ഞില്ലേ, 3 മണീന്റെ ഫസ്റ്റ് ചെയ്ത സീരിയലിന്റെ കൺട്രോളറാണ് എന്നെ ഇതിലേക്ക് പെട്ടെന്ന് എന്റെ ഫോട്ടോ വിളിച്ച് ചോദിച്ചതും കൊടുത്തതും കുറെ നാളിന് ശേഷം വിളിച്ചിട്ട് സെലക്ട് ആയി എന്ന് പറഞ്ഞു. അത് രാജീവ് സാറിന്റെ ആണെന്ന് പറഞ്ഞതൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് എന്തോ ഒരു ക്ലാഷിൽ ഈ കൺട്രോളർ മാറി. എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർ മാറി. ആദ്യം വേറെ ഏതോ പ്രൊഡ്യൂസർ ആയിരുന്നു, പിന്നെ വേറെ പ്രൊഡ്യൂസർ വന്നു. പിന്നെ പ്രണയവർണ്ണങ്ങൾ ചെയ്തത് കാളിദാസ പ്രൊഡക്ഷൻ ആയിരുന്നു. ഈ മുകേഷ് ചേട്ടൻ്റെ സിസ്റ്റർ സന്ധി ചേച്ചിയുടെ ഒക്കെ പ്രൊഡക്ഷനാണ്. അപ്പം അവരതിൽ ആദ്യം വന്നു. അപ്പം ഈ ചേട്ടൻ എൻ്റെ ഈ കൺട്രോളർ ഈ 3 വർഷം മുമ്പ് ഞാൻ 3 മണിയിൽ വാങ്ങിച്ച ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള എൻ്റെ പേയ്മെൻ്റാണ് ഇവിടെ എഴുതി വെച്ചത്. ഈ പുള്ളിയുടെ അടുത്തൊന്നും ചോദിച്ചില്ല, ഞാനും ഇതൊന്നും വിശദമായിട്ട് സംസാരിച്ചില്ല. രാജീവ് സാറിൻ്റെ പ്രൊജക്റ്റിൽ സെലക്ട് ആയി വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് പേയ്മെൻറ്റ് കുറച്ച് ഡിലേ ആയിട്ടൊക്കെ എല്ലാവർക്കും വന്നേ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്കൊരു ഡൗട്ട് തോന്നി, എൻ്റെ പേയ്മെൻറ്റ് ഇവരെ എത്രയായിട്ടിരിക്കണം എന്നൊക്കെ. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, അയ്യോ ഈ ഒരു വശം സംസാരിച്ചില്ലല്ലോ. അല്ല, ഓൾറെഡി അപ്പോൾ അഭിനയിച്ച് തുടങ്ങി അന്നേരത്തേക്കും അഭിനയിച്ചു. ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു. ഷെഡ്യൂൾ കഴിയുമ്പോഴാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് വരുന്ന സമയമായപ്പം എനിക്കൊന്ന് വന്നിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് പേയ്മെൻറ്റ് കുറവായിരുന്നു, എന്നുവെച്ചാൽ വളരെ കുറവ്. അതിന് തൊട്ട് മുമ്പുള്ള ഞാൻ ചെയ്ത പ്രൊജക്റ്റിൽ വാങ്ങുന്നതിനേക്കാൾ, അതായത് എൻ്റെ ആദ്യത്തെ സീരിയലിലെ പേയ്മെൻറ്റ് എനിക്ക്
അപ്പാണ് കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുമ്പോൾ എല്ലാം ഇതിങ്ങനെ തകിടം പറഞ്ഞു. മറ്റേ പുള്ളി ആദ്യത്തെ സീരിയലിലെ പേയ്മെന്റ് എഴുതി വെച്ചേക്കുക. ആ പേയ്മെന്റ് നമ്മളിപ്പോൾ അഭിനയിക്കില്ലല്ലോ, നമ്മൾ ഇതിനകത്തുള്ള കള്ളം പഠിച്ചില്ലേ. എനിക്ക് കോസ്റ്റ്യൂംസ് വാങ്ങണം, ആക്സസറീസ് വാങ്ങണം, ഇതൊക്കെ വാങ്ങണം, എനിക്ക് പൈസ വേണ്ടേ. അന്ന് അത് വെച്ചാൽ ഒരു 5 years ബാക്ക് അന്ന് അത് ഓക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 5 years കഴിഞ്ഞപ്പോൾ എന്തോരം കാര്യങ്ങളെല്ലാം മാറിയില്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പേയ്മെൻറ്റിലും മാറ്റം വരണ്ടേ. അപ്പോൾ ഞാനത് അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഇത്രയാണ് വെച്ചിരുന്നത്. അപ്പം ഞാൻ പിന്നെ അത് പ്രൊഡ്യൂസർ അടുത്ത് സംസാരിച്ചു. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ പിന്നീട് പ്രൊഡ്യൂസർ മാറിയത് എൻ്റെ അറിവിലല്ല. ആദ്യം ഉണ്ടായിരുന്ന കൺട്രോളർ എൻ്റെ ഫസ്റ്റ് സീരിയലിൻ്റെ കൺട്രോളർ. അപ്പോൾ ആ ചേട്ടൻ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ എഴുതി വെച്ചതാണ്. എന്താണെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ പുതിയൊരു പ്രൊഡക്ഷൻ, പഴയ ഫിക്സ് ചെയ്തിരുന്നൊരു പ്രൊഡക്ഷൻ മാറി പുതിയൊരു പ്രൊഡക്ഷൻ അത് ഏറ്റെടുക്കുമ്പോൾ അവർ ഓരോ ആർട്ടിസ്റ്റിൻ്റെയും പേയ്മെൻറ്റ് അവർ കൺഫേം ചെയ്യണ്ടേ. നമ്മളോട് സംസാരിച്ച് അവർ നിങ്ങളത് ചെയ്യാത്ത എൻ്റെ മിസ്റ്റേക്ക് അല്ലല്ലോ എന്ന് പറഞ്ഞ് സംസാരിച്ചു. പിന്നെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് എൻ്റെ അടുത്ത് സംസാരം വന്നു. എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറിന് തന്നെ മാറ്റാൻ പറ്റില്ല, ഓൾറെഡി ഇത് ഫിക്സായി, സാറ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ അവരെൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അന്ന് ഞാനിങ്ങനെ പക്ഷെ നല്ല എൻ്റെ ഒരിതിൽ അവരെ ആ പ്രൊഡക്ഷൻ ഹൗസിനെ പറ്റി ഒരുപാട് പേര് അവിടെ വർക്ക് ചെയ്തവർ തന്നെ വളരെ മോശമായിട്ടൊക്കെ പറയാറുണ്ട്. പൈസ തരില്ല അങ്ങനെ ഇങ്ങനെ. എൻ്റെ അറിവിൽ കുറച്ച് ഡിലേ ഇടാറുണ്ട് അവർ, പക്ഷെ തരും. എനിക്കൊക്കെ ഫുൾ പേയ്മെന്റ് തന്നിട്ടുണ്ട്. പേയ്മെന്റ് കൂട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂട്ടി പറഞ്ഞപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ആളാണ് പ്രൊഡ്യൂസർ ആക്ച്വലി. അവൻ്റെ മീൻസ് സന്ധ്യ ചേച്ചിയാണ്, എങ്കിലും മകനും അമ്മയും അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്കിതിനകത്ത് ബാർഗെയിനിങ് ഇല്ല, ഇതൊരു കലയെന്ന് പറയുന്നൊരു സാധനമല്ലേ. അപ്പോൾ ഇത് എനിക്ക് ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് എനിക്ക് ഇത്ര രൂപ ആവശ്യം വരുന്നുണ്ട് അല്ലേ, എനിക്കിതിനകത്ത് ലാഭം വേണ്ട, പക്ഷെ നഷ്ടം വരുത്താൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ക്യാരക്ടർ ബോംബെയിൽ നിന്ന് വരുന്നൊരു മോഡലിംഗ് ചെയ്യുന്നൊരു പെൺകുട്ടിയാണ്. അപ്പം ഈ ഷോർട്ട് ഹെയർ ഒക്കെയാണ്, അതനുസരിച്ചിട്ടുള്ള ഒരു മോഡൽ ഗേളായിട്ട് വരുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഡ്രസ്സും നമ്മളിങ്ങനെ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക ടിപ്പിക്കൽ നമ്മൾ മലയാളികൾ വീട്ടിലിടുന്ന പോലത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ലല്ലോ. ആ ക്യാരക്ടറിനെ അങ്ങനെ കൊണ്ടുപോകണ്ടേ. ഇച്ചിരി ഹീലുള്ള ചെരുപ്പുകളും അങ്ങനെ ആക്സസറീസൊക്കെ. ഈ ഷോർട്ട് ഹെയർ ആണ്, ഞാനാണെങ്കിൽ ഫുൾ ഇങ്ങനെ പ്രാന്ത് എങ്ങനെ ഇത് ഒരു മോഡലാക്കും ആലോചിച്ചോണ്ടിരിക്കുക. പിന്നെ ഓൾറെഡി സാറ് നമുക്ക് ഗ്രൂമിങ് സെക്ഷൻ തന്നപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ഫിക്സ് ചെയ്തു. എനിക്കൊരു സ്പെക്സ് ഉണ്ടായിരുന്നു, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യണത്. അത് സാറിന് ഇഷ്ടമായി, സാർക്ക് ഇഷ്ടമായിട്ട് അത് ഫിക്സ് ചെയ്തു. ആ ക്യാരക്ടറിലും അത് ഫിക്സ് ചെയ്തു. പിന്നെ ലെൻസ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെൻസ് വെച്ച് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ലെൻസ് ആ ക്യാരക്ടറിന് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ഇതാ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ കുറയ്ക്കുന്നതനുസരിച്ചിട്ട് ഈ ക്യാരക്ടർ പോകാതിരിക്കാൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ചിലപ്പോൾ. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ തികയാതെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആക്സസറീസിൽ മറ്റു കാര്യങ്ങൾ പിശുക്ക് കാണിക്കാൻ തുടങ്ങും അല്ലേ. അങ്ങനെയാണല്ലോ, പിശുക്ക് കാണിക്കുമ്പോൾ എന്തെങ്കിലും പൊട്ട സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. ഗ്രാജുവലി അതിൻ്റെ ഒരു ക്വാളിറ്റി കുറയും ഇല്ലേ. ആ മോഡലിൽ ആയിട്ടുള്ളൊരു ഗേള് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കുറവും, ക്യാരക്ടർ ഡിമ്മാവും. അതെനിക്ക് ചെയ്യണ്ട, എനിക്ക് ബാർഗൈനിങ് ഇല്ല. എനിക്ക് ഇത് ചെയ്യാൻ ഇത്ര രൂപ ആവശ്യമുണ്ട്, ഇതിന് എനിക്ക് ആക്സസറീസും ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എനിക്ക് ആ പേയ്മെൻറ്റ് തരിക, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പേയ്മെൻറ്റിന് ഞാൻ ചെയ്യാം.